ஒன்று வெளிப்படுத்தினர் 12ஆம் அதிகாரம் 5ஆம் வசனத்தில் அது ஆண் பிள்ளை என்று நாம் ஒரு ഗ്രൂപ്പை பார்க்கின்றோம். ഒന്ന് വെളിപ്പാട് പുസ്തകം 12ആം അധ്യായം 5ആം വാക്യത്തിൽ കാണുമ്പോൾ ഒരു വിഭാഗത്തെ ആൺകുട്ടി എന്ന പേരിൽ കാണാം. അതേ അധികാരം 17ആം വസനത്തില് എന്നാൽ അതേ അധ്യായത്തിന്റെ 17ആം വാക്യത്തിൽ മറ്റവർകൾ എன்ற ഒരു ഗ്രൂപ്പை பார்க்கிறோம். ആ സന്തതിയിൽ ശേഷിപ്പുള്ളവർ എന്ന് നമുക്ക് ഒരു കൂട്ടത്തെ കാണാം. ഇനി മൂന്നാമത് ഗ്രൂപ്പ് അതേ 17ആം വസനത്തിൽ സന്തതി എന്ന് വാസിக்கிறோம். എന്നാൽ അതേ 17ആം അധ്യായത്തിൽ ഒരു കൂട്ടത്തെ നമുക്ക് സന്തതി എന്ന പേരിൽ കാണാം. ഇതൊക്കെ ഞാൻ പൊതുവാക എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് എന്ന് சொல்வதுണ്ട്. ഞാൻ പൊതുവിൽ ഇവരെ എ, ബി, സി എന്ന 3 ഗ്രൂപ്പുകളായി തരംതിരിച്ച് പറയാറുണ്ട്. അപ്പൊ വെളിപ്പെടുത്തൽ 12ആം അധികാരം 5ആം വസനത്തിൽ ആൺപിള്ളை என்பது എ ഗ്രൂപ്പ്. വെളിപ്പാട് പുസ്തകം 12ആം അധ്യായം 5ആം വാക്യത്തിലെ ആൺകുട്ടി എന്നുള്ളത് അത് എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ് എടുത്തുകൊള്ളപ്പെടും. ആ എ ഗ്രൂപ്പ് എടുക്കപ്പെട്ടു. ആൺപിള്ളை ദേവനുടെ സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടാൽ എന്ന് വേദത്തിൽ വാസിക്കും. നാം ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ആൺകുട്ടി ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. அந்த സ്ത്രീയാണവൾ കൈവിടപ്പെട്ട. ആ സ്ത്രീ പക്ഷേ കൈവിടപ്പെട്ടു. அந்த സ്ത്രീയിൽ 2 ഗ്രൂപ്പ്. എന്നാൽ ആ സ്ത്രീയിൽ 2 വിഭാഗങ്ങളുണ്ട്. 17ആം വസനത്തിൽ 17ആം വാക്യത്തിൽ മറ്റവർകൾ എன்ற ഒരു ഗ്രൂപ്പை பார்க்கிறோம். ശേഷിപ്പുള്ളവർ എന്ന ഒരു വിഭാഗമുണ്ട്. അതുதான் ബി ഗ്രൂപ്പ്. അതാണ് ബി ഗ്രൂപ്പ്. അവർകൾ രക്തസാക്ഷിയായി മരിപ്പാர்கள். അവർ രക്തസാക്ഷിത്വം വരിക്കും. ഇനി ഒരു ഗ്രൂപ്പ്, ഇനി ഒരു വിഭാഗം സന്തതി എன்ற ഗ്രൂപ്പ്. അവർ സന്തതി എന്നുള്ളത്. അവർകൾ അന്തിക്രിസ്തുവോട് ചേർന്ന് അന്തിക്രിസ്തുവിനുടെ മാർഗത്തിൽ നടപ്പാർ. അവർ എതിർ ക്രിസ്തുവിനോട് ചേരുകയും അവന്റെ മാർഗത്തിൽ നടക്കുകയും ചെയ്യും. ഇനി കർത്താവായ യേശുക്രിസ്തു ഇതേ കുറിച്ച് തെളിവാക മത്തേയു 25ആം വസനത്തിൽ சொல்லப்படுகிறார். കർത്താവായ യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് കുറെ കൂടെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 25ആം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങേയും 3 ഗ്രൂപ്പை നാം பார்க்கின்றோம். നമുക്ക് അവിടെയും 3 കൂട്ടത്തെ കാണാം. அந்த 10 കന്യക என்பது കൈവിടപ്പെട്ട സഭയെ വെളിപ്പെടുത്തുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന 10 കന്യകമാർ കൈവിടപ്പെട്ട സഭയെ കാണിക്കുന്നു. 1ആം വസനത്തിൽ 1ആം വാക്യത്തിൽ அந்த മണാളിനും മണവാട്ടിയെയും കുറിച്ച് നാം വാസിക്കും. മണവാളിനെയും മണവാട്ടിയെയും നമുക്ക് കാണാം. അങ്ങ് മണവാളൻ എന്ന് മറ്റും താൻ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ച പരിഭാഷകളിൽ മണവാളൻ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് മണവാട്ടിയെയും നാം പാർക്കിன்றோம். എന്നാൽ നമുക്കവിടെ മണവാട്ടിയെയും കാണാം. കാരണം യോവാൻ 3ആം അധികാരം 19ആം വസനത്തിൽ വാസിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3ആം അധ്യായം 19ആം വാക്യത്തിൽ മണവാട്ടി ഉടയവനെ മണവാളൻ എന്ന് വാസിக்கிறோம். മണവാട്ടി ഉള്ളവനോ മണവാളനാകുന്നു എന്ന് വായിക്കുന്നു. മണവാട്ടി ഉടയവനെ മണവാളൻ. ആർക്കാണോ മണവാട്ടിയുള്ളത് അവനാണ് മണവാളൻ. അപ്പൊ ഇങ്ങ മണവാളൻ എന്ന് ചൊല്ലുമ്പോൾ ആകയാൽ ഇവിടെ മണവാളൻ എന്ന് പറയുമ്പോൾ മണവാട്ടിയുമുണ്ട്. തന്റെ കൂടെ മണവാട്ടിയുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ആ മണവാട്ടി എന്നത് എ ഗ്രൂപ്പ്. ആകയാൽ ഈ മണവാട്ടിയാണ് എ ഗ്രൂപ്പ്. ഇനി 10 കന്യകയിൽ ബുദ്ധിയുള്ള കന്യക, ആ ബുദ്ധിയുള്ള കന്യകതാൻ ബി ഗ്രൂപ്പ്. ഇനി 10 കന്യകമാരിൽ ബുദ്ധിയുള്ള കന്യകമാരാണ് ബി ഗ്രൂപ്പ്. അടുത്ത് ബുദ്ധിയില്ലാത്ത കന്യകകൾ, അതുതാൻ സി ഗ്രൂപ്പ്. ബുദ്ധിയില്ലാത്ത കന്യകമാർ സി ഗ്രൂപ്പ്. യേശു ക്രിസ്തുവെ இந்த ഉപദേശത്തെ ഇവിധமாக சொன்னார். കർത്താവായ യേശുക്രിസ്തു ഈ ഉപദേശത്തെ ഈ നിലയിൽ പ്രസ്താവിച്ചു. ഇനി പഴയ ഏർപ്പാട്ടിൽ സംഗീതത്തിലും കൂടെ നാം ഇത് പാർക്കിன்றோம். പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിലും നമുക്കിത് തന്നെ കാണാം. 50ആം സംഗീതത്തെ നാം പാർക്കുമ്പോൾ 50ആം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ 3ആം വസനത്തിലിരുന്ന് 5ആം വസനം മുടിയെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അത് എ ഗ്രൂപ്പെ വെളിപ്പെടുത്തുക. അത് എ ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നു. 3ആം വസനത്തിൽ 3ആം വാക്യത്തിൽ ബലിയിനാൽ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്ത് എന്നുடைய പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. அந்த എ ഗ്രൂപ്പുക്ക് ആണ്ടവരെ ഒരു പേർ வைத்திருக்கிறார். ഇപ്പോൾ എ ഗ്രൂപ്പിന് ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്നുடைய പരിശുദ്ധവാൻകൾ, എന്റെ വിശുദ്ധന്മാർ എന്നാണത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ബലിയിനാൽ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്ത്
என்னுடைய பரிசுத்தவான்களை கூட்டுங்கள். യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. அதுதான் ஏ குரூப். ഇവരാണ് എ ഗ്രൂപ്പുകാർ. இனி பி குரூப் என்பது ഇനി ബി ഗ്രൂപ്പ് എന്നത് அதனுடைய 7ஆம் வசனத்தில் வாசிக்கிறோம். 7-ാം വാക്യത്തിൽ അവരെ കാണാം. 50ஆம் சங்கீதம் 7ஆம் வசனம். 50-ാം സങ്കീർത്തനത്തിലെ 7-ാം വാക്യം. நான் உங்களுக்கு விரோதமாக சாட்சியிடுவேன். ഞാൻ നിങ്ങൾക്ക് വിരോധമായി நீங்கள் സാക്ഷീകരിക്കും. என் ஜனமாயிருக்கிறீர்கள். എന്റെ ജനമേ എന്നവരെ വിളിക്കുന്നു. நான் உனக்கு விரோதமாக சாட்சியிடுவேன். ഞാൻ നിങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കും. அதுதான் பி குரூப். ഇത് ബി ഗ്രൂപ്പ്. കാരണം വിരോധமான പാപത്തെ ചെയ്തവர்கள். അവർ വിരോധമായ പാപം ചെയ്തവരാണ്. ബി ഗ്രൂപ്പ് ദേവനുക്ക് വിരോധமான പാപം. ഈ ബി ഗ്രൂപ്പ് ദൈവത്തിന് വിരോധമായ പാപം. 7 വിധமான ദേവനുക്ക് വിരോധமான പാപങ്ങളുണ്ട്. ദൈവത്തിനെതിരായ 7 വിധ പാപങ്ങളുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് നമ്മുടെ വിഷയമല്ലാത്തപടി ഞാൻ അന്തടത്തേക്ക് പോകുന്നത്. നമ്മുടെ വിഷയപരിധിയിൽ ഉൾപ്പെടാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. പാപം അതിൽ ഒന്ന് നാം എല്ലാവരും ചെയ്യുന്ന പാപം. നാം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഗലാത്യർ 5-ാം അധികാരം 16-ാം വസനത്തെ വാസിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ മാംസം ആവിക്ക് വിരോധமாக ആവി മാംസത്തുക്ക് വിരോധமாக ഇച്ഛിക്കുന്നത്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. വിരോധமான പാപം, വിരോധമായ പാപം. മാംസം ആവിക്ക് വിരോധமாக, ജഡം ആത്മാവിന് വിരോധമായി, ആവി മാംസത്തുക്ക് വിരോധമായി, ആത്മാവ് ജഡത്തിന് വിരോധമായി ഇച്ഛിക്കുന്നത്. അഭിലഷിക്കുന്നു. ദേവനുക്ക് മഹിമ, കർത്താവിന് മഹത്വം. അപ്പോ മാംസത്തിൻപടി നാം ജീവിത്താൽ, ആകയാൽ ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നാം താൻ ദേവനുക്ക് വിരോധமாக പാപം ചെയ്യുക. നാം ദൈവത്തിന് വിരോധമായ പാപം ചെയ്യുന്നവർ. മാംസം എന്ന് சொன்നാൽ അർത്ഥം എന്നെ? ജഡം ജഡം എന്ന് പറയുന്നല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? അതേ 5-ാം അധികാരം 19-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ തന്നെ 19-ാം വാക്യത്തിൽ മാംസത്തിൻ ക്രിയകൾ വെളിരംഗമായി ഇരിക്കുന്നു, ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നു. അവയാവനെ എന്ന് ചൊല്ലി 19 കാര്യങ്ങളെ നാം വാസിக்கிறோம். അവയെ 17 കാര്യങ്ങൾ ആ പട്ടികയിൽ കാണാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുതലിൽ ചൊല്ലപ്പെട്ട 4 കാര്യങ്ങൾ മനതോടെ സംബന്ധപ്പെട്ട കാര്യം. അതിൽ പറയുന്ന ആദ്യത്തെ 4 കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെടുന്നവയാണ്. അടുത്ത കാര്യങ്ങൾ സ്വഭാവ സംബന്ധമായ പാപങ്ങൾ. തുടർന്ന് വരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടവയാണ്. കോപം, പക, കസപ്പ്, വിരോധങ്ങൾ, വിവിധമായ പാപങ്ങളെ നാം അങ്ങ് വാസിக்கிறோம். പക, വിദ്വേഷം, ജാരശങ്ക ഇത്യാദി കാര്യങ്ങൾ എവിടെ കാണാം. இப்படிப்பட்ட പാപം ചെയ്യുന്നവർ ബി ഗ്രൂപ്പാக മാറ്റപ്പെടും. ഇങ്ങനെയുള്ളതായ പാപം ചെയ്യുന്നവർ ബി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇനി സി ഗ്രൂപ്പെ പാർപ്പോ. എന്നാൽ ഇനി സി ഗ്രൂപ്പിനെ നോക്കാം. 50-ാം സംഗീതം 16-ാം വസനത്തിലിരുന്ന് 22-ാം വസനം മുടിയ വാസിപ്പത് സി ഗ്രൂപ്പ്. 50-ാം സങ്കീർത്തനം 16-ന്റെ 22 മുതൽ കാണുന്നത് സി ഗ്രൂപ്പാണ്. അവങ്ങൾക്ക് ദേവൻ ഒരു പേര് വൈത്തിരിക്കും. ദൈവം അവർക്കും ഒരു പേരിടുന്നുണ്ട്. എ ഗ്രൂപ്പിനുടെ പേർ എന്നുടേ പരിശുദ്ധവാൻ. എ ഗ്രൂപ്പിന്റെ പേര് എന്റെ വിശുദ്ധന്മാർ. ബി ഗ്രൂപ്പിനുടെ പേർ എൻ ജനങ്ങൾ. ബി ഗ്രൂപ്പിന്റെ പേര് എന്റെ ജനം. സി ഗ്രൂപ്പിനുടെ പേര് പാരുങ്ങൾ. എന്നാൽ സി ഗ്രൂപ്പിന്റെ പേര് നോക്കുക. ഞാൻ ചൊല്ലുവതില്ല, ഞാൻ പറയുന്നതല്ല, അത് ആണ്ടവർ ചൊല്ലുகிறார். ഇത് കർത്താവ് പറയുന്നതാണ്. 16-ാം വസനത്തിൽ 16-ാം വാക്യത്തിൽ ആണ്ടവൻ ദുന്മാർഗനെ നോക്കി, നീ എന്നുடைய വാർത്തകളെ എടുത്തുരയ്ക്ക, ഉനക്ക് എന്ന ന്യായമുണ്ട്. യഹോവ ദുഷ്ടനോട്, നീ എന്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാ, നിനക്ക് എന്ത് കാര്യം? സി ഗ്രൂപ്പിനുടെ പേര് ദുന്മാർഗൻ. സി ഗ്രൂപ്പിന്റെ പേര് ദുഷ്ടൻ എന്നാണ്. കർത്തർ ദുന്മാർഗനെ നോക്കി. യഹോവ ദുഷ്ടനോട്. இந்த ദുന്മാർഗൻ ഉലകത്തിലെ ദുന്മാർഗൻ അല്ല. ഈ പറയുന്ന ദുഷ്ടൻ ലോകത്തിൽ ജീവിക്കുന്ന ദുഷ്ടനല്ല. ഇവൻ രക്ഷിക്കപ്പെട്ടവൻ, താൻ രക്ഷിക്കപ്പെട്ടവനാണ്. ജ്ഞാനസ്നാനം എടുത്തവൻ, ജലസ്നാനമേറ്റവനാണ്, അഭിഷേകം പെറ്റവൻ, അഭിഷേകവും പ്രാപിച്ചവനാണ്, ദേവാലയത്തിൽ പോകുന്നവൻ, ദൈവാലയത്തിലും പോകുന്നു. എന്നാൽ ഇവനുடைய ജീവിതത്തിൽ, എന്നാൽ ഇവന്റെ ജീവിതത്തിലോ അതേ 17-ാം വസനത്തിലിരുന്ന് 22-ാം വസനം മുടിയ 10 വിധമായ പാപ സ്വഭാവങ്ങളെ നാം പാർക്കിன்றோம். 17 മുതൽ 22 വരെ വായിച്ചാൽ 10 വിധമായ പാപത്തിന്റെ സ്വഭാവം അവനിലുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த சுபாவத்தினால் அவனே அவிதமாக உருவாக்கப்பட்டது. ആ സ്വഭാവ നിമിത്തം അവൻ ആ രീതിയിൽ രൂപപ്പെട്ടു. நம்முடைய சுபாவம் எப்படியோ அப்படியே நாம் உருவாக்கப்படும். നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ ആ രീതിയിലാണ് നാം രൂപപ്പെട്ടു വരിക. நீ
നീതിമൊഴികൾ 23-ാം നാം വാസിക്കുമ്പോൾ സദൃശവാക്യം 23-ന്റെ അവനുடைய இருதயத்தின் நினைவுகள் எப்படியோ அப்படியே அவன் இருக்கிறான். അവൻ തന്റെ മനസ്സിൽ എങ്ങനെ കണക്കുകൂട്ടുന്നുവോ അല്ലെങ്കിൽ അവന്റെ വിചാരങ്ങൾ എപ്രകാരമാണോ അവൻ അതുപോലെയാകുന്നു. நம்முடைய இருதயத்தின் நினைவுகள் எப்படியோ அப்படிதான் நாம் இருக்க முடியும். നമ്മുടെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെയാണോ അതിനനുസൃതമായിട്ടായിരിക്കും നാം കാണപ്പെടുക. உன்னுடைய இருதயத்தின் நினைவுகள் பாபமாயிருந்தால் நீ பாபியாக നിന്റെ காணப்படுவாய். ഹൃദയ വിചാരം പാപമാണെങ്കിൽ നീ ഒരു പാപിയായിരിക്കും. ஒருவேளை நீ வாயினால் ஸ்தோத்திரம் செய்யலாம், ഒരുപക്ഷെ വായി കൊണ്ട് സ്തോത്രം പറയുന്നവനായിരിക്കും. ஆனால் உன்னுடைய இருதயத்தின் நினைவுகள் எப்படி இருக்கிறாய் அப்படியே நீ காணப்படுவாய். എന്നാൽ നിന്റെ ഹൃദയ വിചാരങ്ങൾ എപ്രകാരമാണോ നീയും അപ്രകാരം തന്നെ ആയിരിക്കും. அதனால்தான் நம்முடைய மனதை நாம் ஆராய்ந்து பார்க்க வேண்டியது அவசியம். ആകയാൽ നാം നമ്മുടെ മനസ്സിനെ ആരാഞ്ഞു പരിശോധിക്കേണ്ടത് അത്യാവശ്യം. சங்கீதம் 16 துன்மார்க்கனை குறித்து வாசிக்கும் போது 16 ദുഷ്ടനെ കുറിച്ച് വായിക്കുമ്പോൾ முதலாவது அவனுடைய பாவம், ഒന്നാമത്തെ അവന്റെ പാപം. 17 ശിക്ഷയെ നീ പകയ്ക്கிறாய். 17 കാണുന്നുണ്ട് നീ ശാസനയെ വെറുക്കുന്നു. രണ്ടാമത് എൻ വാർത്തകളെ ഉനക്ക് പിന്നാക എറിഞ്ഞു പോടുகிறாய். രണ്ടാമതായി എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നു. മൂന്നാമത് 18 നീ തിരുടനെ കാണുമ്പോൾ അവനോട് ഒരുമിച്ച് പോകുகிறாய். മൂന്നാമതായി 18 കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു. അടുത്ത വ്യഭിചാരരോടും ഉനക്ക് പങ്കുണ്ട്. അടുത്തതായി വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. അടുത്ത 19 ഉൻ വായെ പൊല്ലാപ്പുക്ക് നീ തിറக்கிறாய். 19 നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ഉൻ നാവ് സർപ്പണയെ പിണയ്ക്കുന്നത്. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. അടുത്ത 20 20 നീ ഉட்கார்ந்து ഉൻ സഹോദരനുക്ക് വിരോധமாக പേശി. നീ ഇരുന്ന നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. അടുത്ത ഉൻ തായ് മകനുക്ക് വിരോധமாக അബദ്ധൂർ ഉണ്ടാക്കുകയായി. അടുത്തതായി നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. സഹോദരൻ என்பது വിശ്വാസികൾക്ക് വിരോധமாக പേசுகிறது. തായ് മകൻ என்பது ഊഴിയർകളെ വെളിപ്പെടുത്തുகிறது. സഹോദരൻ എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്കെതിരെ, അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകരെ കുറിച്ച്. ഇനി 21 21 അവരുടെ അടുത്ത പാപം, ഇവകളെ നീ ചെയ്യുമ്പോൾ ഞാൻ മൗനമായിരുന്നേൻ, ഉന്നെ പോലെ ഞാനും ഇരുപ്പേൻ എന്ന് നീ നിനവ് കൊണ്ടായി. അവന്റെ അടുത്ത പാപം എന്തെന്നാൽ ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്നാ നീ നിരൂപിച്ചു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. കടേസിയാക അവനുക്ക് വരുகிற ന്യായ തീർപ്പ്, ഒടുവിൽ അവനുണ്ടാകുന്ന ന്യായവിധി. ദേവനെ മറക്കുന്നവരെ ഇതേ ചിന്തിത്തുകൊൾ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ഇല്ലാവിട്ടാൽ ഞാൻ ഉങ്ങളെ പീറി പോടുവേൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. ഒരുവരും ഉങ്ങളെ വിടിവിപ്പതില്ല. വിടിവിപ്പാൻ ആരും കാണുകയില്ല. വെള്ള സിംഹാസന ന്യായ തീർപ്പ്. ഇത് വെള്ളസിംഹാസന ന്യായവിധി. ഇപ്പടിപ്പെട്ടവர்கள் വെള്ള സിംഹാസന ന്യായ തീർപ്പിൽ വരുവാர்கள். ഇങ്ങനെയുള്ളവർ വെള്ളസിംഹാസന ന്യായവിധിക്കായി വരും. ഇതിൽ നാം എന്ത് ഗ്രൂപ്പ് എന്ന് വിളങ്ങിക്കൊള്ളുവോമാ. നാം ഇതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചിന്തിക്കാം. ഇനി എന്നുടെ പ്രസംഗത്തിൻ കുറിപ്പ് നാം വാസിപ്പോമാ. ഇനി എന്റെ പ്രസംഗത്തിന്റെ ആ ധ്യാന വിഷയത്തിലേക്ക് വരാം. അഭിഷേകപ്പെട്ട ദേവജനങ്ങളിൽ இந்த 3 ഗ്രൂപ്പെ നാം பார்க்க வேண்டும். ആകയാൽ അഭിഷേകം പ്രാപിച്ച ദൈവജനത്തിൽ തന്നെ ഈ 3 വിഭാഗങ്ങളുണ്ട്. കാരണം ചിലർ പറയാറുണ്ട്, അഭിഷേകം പെറ്റ ഇവർ ഇപ്പടി இந்த തീന്മയെ ചെയ്യലാമാ, താൻ അഭിഷേകം പ്രാപിച്ചിട്ടും ഇങ്ങനെയൊക്കെയുള്ള ദോഷം ചെയ്യാമോ, ഇപ്പടി പേസലാമാ, താൻ ഇങ്ങനെ സംസാരിക്കാമോ, ഇവൻ അഭിഷേകം പെറ്റവൻ, ഇവനൊരു അഭിഷേകം പ്രാപിച്ച ആളല്ലേ, അഭിഷേകം പെറ്റവനക്ക് ഇപ്പടിപ്പെട്ട പാപം ചെയ്യ മുടിയുമോ, അഭിഷേകം പ്രാപിച്ച ഒരാൾ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാൻ പറ്റുമോ? നീ എതുക്കിടം കൊടുക്കറായി അതുതാൻ ഉന്നോട് வாழ்க்கை നടക്കും. നീ ഏതിനിടം കൊടുക്കുന്നുവോ അതായിരിക്കും നിന്റെ ജീവിതത്തിൽ ചെയ്യുക. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റവർകൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, മുற்றிலுமாக കീഴ്പ്പടിந்த ആവിയാനവർക്ക്, അതാവത് റോമർ 8-14 വാസിക്കുമ്പോൾ, റോമാലേഖനം 8:14 കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുമ്പോൾ ആവിയിനാൽ നടത്തപ്പെടുന്നവർ ദേവപുത്രர்கள், ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ പുത്രന്മാർ. മുற்றிலுமாக ഇടം കൊടുത്ത് അവരാൽ നടത്തപ്പെടുമ്പോൾ മറ്റൊന്നാൻ അവരാൽ നാം പരിശുദ്ധവാൻകളാക മാറ്റപ്പെടും. പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്ത് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുമ്പോൾ മാത്രമേ നാം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധന്മാരായി പരിണമിക്കൂ. അഭിഷേകം പെറ്റവர்களுം പാപം ചെയ്യലാം. അഭിഷേകം പ്രാപിച്ചവരും പാപം ചെയ്തേക്കാം. അഭിഷേകം പെറ്റവர்களுം തുല്യകരമായ പാപം ചെയ്യലാം. അഭിഷേകം ചെയ്തവര് മനഃപൂർവ്വം
മനഃപൂർവ്വം പാപം ചെയ്തേക്കാം. அபிஷேகம் செய்தவர்கள் பாவம் இல்லாமல் ஜீவிக்கலாம். അഭിഷേകം ചെയ്തവർക്ക് പാപം കൂടാതെ ജീവിക്കാനും அதுக்கு സാധിക്കും. நாம் என்ன செய்ய வேண்டும்? പക്ഷേ അതിന് നാം എന്ത് ചെയ്യണം? இனி என்னோட பிரசங்க குறிப்பினுடைய வசனத்தை படிப்போம். ഇനി എന്റെ പ്രസംഗ വിഷയത്തിന്റെ ധ്യാനവചനം വായിക്കാം. யார் கர்த்தருடைய வருகையில் எடுத்துக்கொள்ளப்படுவார்? അങ്ങനെയെങ്കിൽ ആർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சிலர் சொல்லுவாங்க எல்லா பாவமும் செய்து கடைசியில் ஆண்டவரே எனக்கு மன்னியும் சொல்லும் போது எல்லா பாவம் யுவாபரேஷன் ஆയി போய்விடும். ചിലർ പറയാറുണ്ട് എല്ലാ പാപമൊക്കെ ചെയ്തു കൂട്ടിയുടെ ഒടുവിൽ കർത്താവെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് ആവിയായി പോകുമെന്നാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படி வசனம் இல்ல, അങ്ങനെയൊന്നും വചനങ്ങളില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ செய்த பாவம் உன்னை பின்தொடரும். നീ ചെയ്ത പാപങ്ങളെല്ലാം നിന്നെ പിന്തുടർന്ന് വരും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த பாவமே உனக்கு விரோதமாக சாட்சியிடும். ആ പാപം തന്നെ നിനക്ക് വിരോധമായി സാക്ഷ്യം പറയും. எல்லாரும் அந்த திருடனை தான் எடுத்து காட்டுறாங்க. എല്ലാവരും ഉദാഹരണമായ കള്ളനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. பெரிய பாப அறிக்கை செய்தானா? അവൻ പാപമേറ്റ് പറഞ്ഞോ? அவன் மனம் திரும்பிட்டானா? അവൻ മാനസാന്തരപ്പെട്ടോ? சாட்சி கொடுத்தானா? അവൻ സാക്ഷ്യം പറഞ്ഞോ? നാം തിരുടനുടെ ഗ്രൂപ്പിൽ പെട്ടവരല്ല. നാം കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലോ. മണവാട്ടി ഗ്രൂപ്പ്. നാം മണവാട്ടിയുടെ കൂട്ടത്തിൽപ്പെട്ടവർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എടുത്തുകൊള്ളപ്പെട വേണ്ടോ? എടുത്തുകൊള്ളപ്പെടേണം. அந்த திருடன் மனம் திரும்பினாலும் அவன் எடுத்துകൊള്ളപ്പെട முடியாது. ആ കള്ളൻ മാനസാന്തരപ്പെട്ടുവെങ്കിലും താൻ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടില്ല. നരകത്തിക്ക് പോകവില്ല. എന്നാൽ പക്ഷേ അവൻ നരകത്തിലല്ല പോയത്. പുതിയ ഭൂമിയിലെ ഒരു പരിശുദ്ധവാനാക കാണപ്പെടും. അവൻ പുതിയ ഭൂമിയിലെ ഒരു വിശുദ്ധനായി കാണപ്പെടും. അവന്റെ ഹൃദയത്തിലെ നിലവുകൾ അന്ത നേരത്തിൽ എപ്പടി ഇരുന്നതോ അത് കേട്ടതാല നിത്യരക്ഷിപ്പെ പെറ്റുകൊള്ളുവാൻ. അവന്റെ ഹൃദയത്തിലെ വിചാരം ആ സമയത്ത് എങ്ങനെയായിരുന്നോ അതിന് തക്ക നിലയിൽ ആ നിത്യരക്ഷ അവൻ പ്രാപിക്കും. അതിനാലത്താൻ വേദവസനം ചൊല്ലുகிறது. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആവിക്കേറ്റപടിയെ നടന്നുകൊള്ളുങ്ങൾ അപ്പോഴത് മാംസ ഇച്ഛയെ നിറവേറ്റാമൽ ഇരുപ്പീர்கள். ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. യാർ കർത്തരുடைய രഹസ്യ വരുകയിൽ എടുത്തുകൊള്ളപ്പെടുവാർ. കർത്താവിന്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത് ആർ? അതേക്കുറിച്ച് இந்த വേദാഗമം என்ன சொல்லுகிறது? ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വേദാഗമം ഒരുപോലും പോയി ചൊല്ലാർ. ബൈബിൾ ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. ഇതേ നമ്മുടെ പരിശുദ്ധവാൻകൾ നിരൂപിച്ച സത്യങ്ങൾ താൻ ഞാനിപ്പോൾ പേസപ്പോകും. നമ്മുടെ മുൻകാല വിശുദ്ധന്മാർ തെളിയിച്ച് കാണിച്ചതായ സത്യം തന്നെയാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. ഇതൊന്നും അഭിപ്രായമല്ലേ, ഇത് വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. എല്ലാ പ്രസംഗിച്ചതിന് അപ്പുറം ചൊല്ലാം ഇത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ചൊല്ലിട്ടീങ്ക, എന്റെ അഭിപ്രായം ഞാനും ചൊല്ലല്ല. പ്രസംഗം കഴിഞ്ഞിട്ട് പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറയും. പരിശുദ്ധവാൻകൾ നിരൂപിച്ച സത്യങ്ങൾ താൻ ഇപ്പൊ ചൊല്ലപ്പോകുന്നത്. വിശുദ്ധന്മാർ തെളിയിച്ച സത്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. സത്യത്തെയും അറിവീர்கள் സത്യം നിങ്ങളെ വിടുതലയാ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യാർ കർത്തരുടെ വരുകയിൽ എടുത്തുകൊള്ളപ്പെടുവാർ. കർത്താവിന്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുന്നത് അതേക്കേറ്റ വസനം മുതലാം തെസ്സലോനിക്കർ 4-ാം അധികാരം 16-17 വസനത്തെ നാം വാസിപ്പോ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ അതിന് തെളിവായി വായിക്കാം. നമുക്ക് യാവർക്കും തെരിഞ്ഞ വസനം, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണല്ലോ ഇത്. കർത്താവേ ആരവാരത്തോടും പ്രധാന ദൂതനുടെ സത്യത്തോടും ദേവനുടെ കാലത്തോടും കൂടെ വാനത്തിലിരുന്ന് ഇറങ്ങി വരുവാർ. അപ്പോഴത് ക്രിസ്തുവുക്കുൾ മരിത്തവർ മുതലാമത് എഴുന്നിരുപ്പാർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യാരെടുത്തുകൊള്ളപ്പെടുവാர்கள்? ആരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്? ക്രിസ്തുവുക്കുൾ മരിച്ചവർ. ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവുക്കുൾ என்பது ഒരു ആഴமான ഉപദേശം. ക്രിസ്തുവിൽ എന്നുള്ളത് തന്നെ വളരെ ആഴമായ ഒരു ഉപദേശമാണ്. അടുത്ത ക്രിസ്തുവുക്കുൾ ഉയിരോട് ഇരിക്കുന്നവർ മറുരൂപപ്പെടുവാർ. അടുത്തതായി ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த இடத்தில் നാം എന്നൊരു വാക്ക് പാപിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നാം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാവരും നാം എന്ന് சொல்லுகிறார்கள். അവൾ എല്ലാവരും നാം എന്നങ്ങ് പറയും. அந்த നാം என்பது யார்? ഈ നാം എന്ന് പറയുന്നത് പക്ഷെ ആരാണ്? രക്ഷിക്കപ്പെട്ടവർ.
രക്ഷിക്കപ്പെട്ടവർ. റോമർ 8:8 റോമാലേഖനം 8:8. ജ്ഞാനസ്നാനം എടുത്തവர்கள். അടുത്തതായി സ്നാനമേറ്റവർ. റോമർ 6:2. റോമർ 6:2. 1 പേതുരു 2:24. 1 പത്രോസ് 2:24. ഇവர்கள் അഭിഷേകം പെറ്റവர்கள். ഇവർ അഭിഷേകം പ്രാപിച്ചവർ. ഇവர்கள் പരിശുദ്ധാവിനാൽ പരിശുദ്ധമാക്കപ്പെട്ടവർ. ഇവർ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. മുற்றிലും വേർപെട്ട് ജീവിത്തവர்கள். പൂർണ്ണമായൊരു വേർപാട് ജീവിതം നയിച്ചവർ. അവர்கள் താൻ എടുത്തുകൊള്ളപ്പെടുകിற നാം എന്ന ഗ്രൂപ്പ്. അവരാണ് ഇവിടെ എടുത്തുകൊള്ളപ്പെടുന്ന നാം എന്ന വിഭാഗം. ഇന്നേക്ക് ക്രിസ്തുവുക്കുൾ എന്നതാണ് വിഷയത്തെ നാം ഗവനിപ്പോമാ. ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ എന്നുള്ളതായ പദം ചിന്തിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ എന്നത്, ക്രിസ്തുവിൽ എന്നത് ഇപ്പൊ എന്റെ ടേബിൾ മേൽ ഞാൻ എന്റെ ബൈബിൾ വൈത്തിരിக்கிறேன். ഒന്നാമതായി ഈ മേശപ്പുറത്ത് ഞാൻ എന്റെ ബൈബിൾ വയ്ക്കുന്നു. ടേബിളുക്കുള്ള വയ്ക്കവില്ല, മേശയ്ക്ക് അകത്തല്ല, ടേബിൾ മേൽ, മേശപ്പുറത്ത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു ഫ്രിഡ്ജை എടുത്ത് പാരുങ്ക. ഒരു ഫ്രിഡ്ജ് നോക്കുക. ഫ്രിഡ്ജുക്കുള്ള ഒരു മീൻ വയ്ത്താൽ, പാല് വയ്ത്താൽ അത് പാതുകാക്കപ്പെടും. ആ ഫ്രിഡ്ജിനകത്ത് മീനോ പാലോ വെച്ചാൽ കേടാകാതെ സൂക്ഷിക്കപ്പെടും. അന്ന ഫ്രിഡ്ജുക്ക് മേലെ വയ്ത്താൽ എന്നാ പ്രയോജനം? എന്നാൽ ആ ഫ്രിഡ്ജിന് പുറത്ത് വെച്ചാലോ? അന്ത മീൻ ചൊല്ലും എനിക്ക് ഫ്രിഡ്ജെ തെരിയും. മീൻ പറയും എനിക്ക് ഫ്രിഡ്ജിനെ അറിയാം, ഞാൻ ഫ്രിഡ്ജോട് ரொம்ப ഐക്യമായി, ഫ്രിഡ്ജുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്, എനിക്ക് യേശുവെ തെരിയും, യേശുവിനെ എനിക്കറിയാം, എനിക്ക് യേശുവോട് ഐക്യമുണ്ട്, യേശുവുമായി ബന്ധമുണ്ട്, എനിക്ക് വചനങ്ങൾ തെരിയും, വചനങ്ങൾ അറിയാം. ഇത് എത്രയോ വചനം നാം പാറാമ വേണ്ടുമാ ചൊല്ലലാം, എത്രയോ വചനങ്ങൾ ഹൃദിസ്ഥമായിട്ടുണ്ട്, പാടലുകൾ തെരിയും, പാട്ടുകൾ അറിയാം, വേണ്ടുമാ ഞാൻ പാടുகிறேன், വേണമെങ്കിൽ പാടിത്തരാം. ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങൾ താ, ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. അതിനകത്ത് ചിലർ വേദത്തെ തുറക്ക മാട്ടാങ്ക சொன்ன ഉടനെ ഇത് എനിക്ക് തെരിയുമേ. ചിലർ ബൈബിൾ തുറക്കുക പോലുമില്ല, ഇവിടെ പറയുമ്പോൾ തന്നെ ഓ ഇതൊക്കെ അറിയാം എന്ന് പറയും. തെരിയും, അറിയാം. ഫ്രിഡ്ജുക്ക് മേലെ പൊരുൾ വയ്ത്തതിനാൽ എന്ന പ്രയോജനം? ഈ റെഫ്രിജറേറ്ററിന് പുറത്ത് പദാർത്ഥങ്ങൾ വെച്ചിട്ടെന്ത് പ്രയോജനം? യോസിച്ച് പാരുങ്ക. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അന്ത പൊരുൾ പാതുകാക്കപ്പെട വേണ്ടുമാനാൽ, എന്നാൽ അത് സുരക്ഷിതമായിരിക്കണമെങ്കിലോ അത് ഫ്രിഡ്ജുക്ക് മേലെയല്ല, ഫ്രിഡ്ജുക്കുള്ള വയ്ക്ക വേണ്ടും. ഫ്രിഡ്ജിന് പുറത്തല്ല, ഫ്രിഡ്ജിനകത്താണ് വയ്ക്കേണ്ടത്. ഫ്രിഡ്ജിനുള്ള ചില വിധமான കുളിര് പാതുകാക്കக்கூடிய പൊരുക്കൾ കാണപ്പെടും. ഫ്രിഡ്ജിനകത്ത് ശീതീകരണ സംവിധാനങ്ങളുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഫ്രിഡ്ജുക്ക് മേലെ ഒന്നുമേ ഇല്ല. എന്നാൽ ഫ്രിഡ്ജിന് പുറത്ത് ഈ സംവിധാനങ്ങളില്ല. എനിക്ക് തെരിയും തെരിയും എന്ന് சொன்னതിനാൽ ഒരു പ്രയോജനമില്ല. അറിയാം അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരു ഉപയോഗമില്ല. എത്രയോ വചനങ്ങൾ നമുക്ക് തെരിയും, എത്രയോ വചനങ്ങൾ അറിയാം, എത്രയോ പാടലുകൾ നമുക്ക് തെരിയും, എത്രയോ പാട്ടുകളും അറിയാം. 1 കൊരിന്ത്യർ 8:2 വാസിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ, അറിവാനത് ഇരുമാപ്പെ ഉണ്ടാക്കരുത്, അറിവ് ചീർപ്പിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എന്നാൽ അൻപോ ഭക്തി വിരുത്തി ഉണ്ടാക്കും, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. വെറും അറിവിൽ ഇരുന്നാൽ മറ്റും പോതാ, വെറും അറിവ് മാത്രം പോരാ. അറിവിനാൽ ഒരു പ്രയോജനമില്ല. അറിവ് കൊണ്ട് മാത്രം പ്രയോജനമില്ല. കർത്തർ എന്നെ അറിഞ്ഞുകൊള്ളെന്ന് ചൊല്ലവില്ലേ, കർത്താവിനെ അറിയണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അറിവ് എന്നത് മനതിലെ ഒരു പകുതി. അറിവ് എന്നത് മനസ്സിലെ ഒരു ഘടകം. മനത് എൻപതൊരു മൂളെ. മനസ്സ് എന്ന് പറയുമ്പോൾ യേശു சொன்னார் എന്നെ മൂളയിലേറ്റുകൊള്ളുങ്ങൾ എന്ന് ചൊല്ലവില്ല, ഞങ്ങളുടെ തലച്ചോറ് കൊണ്ട് എന്നെ സ്വീകരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. യേശു എന്നെ சொன்னார், യേശു എന്ത് പറഞ്ഞു? ഉന്നുടെ ഹൃദയത്തിൽ ഏറ്റുകൊൾ, നിന്റെ ഹൃദയത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഹൃദയത്തിൽ വിശ്വാസത്തെ വായിനാൽ അറിക്കയിടുമ്പോൾ നീ രക്ഷിക്കപ്പെടുവാ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. അപ്പടിതാ റോമർ 10:9 നാം വാസിക്കും. റോമാലേഖനം 10:9 നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. ഉന്നുடைய മൂളയിൽ ഏറ്റുകൊൾ എന്ന് ആണ്ടവർ ചൊല്ലവില്ല, നിന്റെ തലച്ചോറിൽ എന്നെ സ്വീകരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. മൂള എന്ന് சொன்னால் അറിந்து കൊള്ളുകിற പകുതി. തലച്ചോറെന്നാൽ അറിയുന്ന ഒരു ഭാഗം, അത് മനതിനുടെ ഒരു പകുതി, മനസ്സിലെ ഒരു ഘടകം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആനപടിനാൽ ഉപദേശങ്ങൾ അറിഞ്ഞുകൊണ്ടാൽ മറ്റും പോതാ. ആകയാൽ ഉപദേശം അറിഞ്ഞാൽ മാത്രം പോരാ. യേശുവെ അറിഞ്ഞുകൊണ്ടാൽ മറ്റും പോരാ. യേശുവിനെ അറിഞ്ഞാൽ മാത്രം പോരാ. യേശുവിനെ നാം അനുഭവിക്ക വേണ്ടിയത് അഭിഷേകം. നാം യേശുവിനെ അനുഭവിക്കേണ്ടത് അത്യന്താപേക്ഷിതം. അതിനാലെ താൻ റോമർ 2-ാം അധികാരം 13-ാം വാസിക്കുമ്പോൾ, റോമാലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ,
ഒരുവൻ ദേവനുടെ വചനത്തെ കേൾക്കുന്നതിനാൽ നീതിമാൻകളാക്കപ്പെടുகிறதில்லை. ദൈവവചനം കേൾക്കുന്നതിനാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. അതിൻപടി ചെയ്യുகிறவனே നീതിമാൻ. അതിൻ പ്രകാരം ചെയ്യുന്നവൻ മാത്രമാണ് നീതിമാൻ. അനേകർ കേൾக்கிறார்கள், അനേകർ അത് കേൾക്കുന്നുണ്ട്, ഇன்பமாக பேசுகிறார்கள், വളരെ മധുരസ്വരത്തിൽ പറയാറുണ്ട്, சொல்லுகிறார்கள். നല്ലതെന്ന് പറയുന്നു. എസെക്കിയേൽ 33-ാം അധികാരം 31-ാം വചനത്തെ വാസിക്കുമ്പോൾ യെഹെസ്കേൽ 33:31 വഴക്കത്തിൻപടി ഉൻ ജനങ്ങൾ ഉനക്ക് മുൻപാകെ വന്ന് കൂടിയിരിக்கிறார்கள். എന്റെ ജനമെന്ന പോലെ അവർ പതിവ് പോലെ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നു. അവர்கள் എൻ വാർത്തയെ കേൾக்கிறார்கள், എന്റെ വചനങ്ങളെ അവർ കേൾക്കുന്നു. அந்த கேட்கிற வார்த்தையை இன்பமாக பேசுகிறார்கள், അവർ അത് മധുരസ്വരം എന്ന് പറയുന്നു. ஆனால் അതിൻപടി അവർ ചെയ്യുகிறதில்லை. അവരതിൻ പ്രകാരം ചെയ്യുന്നില്ലല്ലോ. കാരണം അവരുടെ ഹൃദയം പൊരുളാശയിനാൽ നിറമ്പിയിരിக்கிறது. അവരുടെ ഹൃദയം ദ്രവ്യാഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വചനം ഒന്റെ ഹൃദയത്തിൽക്കുൾ പോകുகிறதில்லை. വചനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. ഹൃദയത്തിൽ പൊരുളാശ, ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരുടെ വചനങ്ങളെല്ലാം മൂളയ്ക്ക് താൻ പോയി വിട്ടത്. ഈ വചനങ്ങളെല്ലാം അവരുടെ തലച്ചോറിൽ പ്രവേശിച്ചു. മൂളയിൽ പോന്നതിനാൽ ഒരു ആ പ്രയോജനമില്ല. തലച്ചോറിനകത്ത് മാത്രം പ്രവേശിച്ചാൽ പ്രയോജനമില്ല. അതായത് അറിந்து കൊണ്ടാൽ മറ്റും പോതാ, വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ. 34:8 വാസിക്കുമ്പോൾ 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ കർത്തർ നല്ലവർ എന്ന് രുസിத்து പാരുங்க, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. കർത്തർ നല്ലവർ എന്ന് சொல்லுங்கள் என்று சொல்லவில்லை. യഹോവ നല്ലവനെന്ന് പറയണമെന്നല്ല, കർത്തർ നല്ലവർ എന്ന് രുസിத்து പാരുங்க. യഹോവ നല്ലവനെന്ന് രുചിച്ചു തന്നെ അറിയുക. തീയെ പാത്ത് തീ എന്ന് சொல்லலாம். ഞാൻ ഈ ചായ കണ്ടിട്ട് ഇത് ചായയാണെന്ന് പറഞ്ഞേക്കാം. തീ എന്ന് சொல்லலாம். മണത്ത് പറഞ്ഞു, മണത്ത് നോക്കിയിട്ട് ചായ എന്ന് പറഞ്ഞേക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആന രുസിத்து பார்க்கும்போது தான் அது எப்படிப்பட்ட தீ என்று சொல்ல முடியும். രുചിച്ചെങ്കിൽ മാത്രമേ ഈ ചായ എങ്ങനെയുള്ളതെന്ന് അറിയൂ. கர்த்தர் நல்லவர் என்று ருசித்து பாருங்க. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. உன்னுடைய அனுபவத்தில் நீ கொண்டு வர வேண்டும். നിന്റെ അനുഭവമാക്കി മാറ്റണം. அதனால்தான் நம்முடைய மனதில் 2 பகுதிகள் தேவன் வைத்திருக்கிறார். ദൈവം നമ്മുടെ മനസ്സിൽ 2 ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. ஒன்றை அறிந்து கொள்ளுகிற பகுதி, ഒന്ന് അറിവ്, അതാ നോയിങ് പാർട്ട്. അത് അറിയുന്ന ഭാഗം. രണ്ടാമത് വിളങ്ങുകിற പകുതി, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്നതായ ഒരു ഭാഗം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അറിந்து കൊള്ളുകിற പകുതിയും പുരിந்து കൊള്ളുകിற പകുതിയും. അറിയുക, ഗ്രഹിക്കുക, അല്ലെങ്കിൽ തിരിച്ചറിയുക. നീ വെറും മനതിലെ മൂളയിലെ വസനങ്ങൾ വയ്ത്താൽ അറിந்து കൊണ്ടാൽ മറ്റും പോതാതെ, മനസ്സിൽ തലച്ചോറിൽ വചനങ്ങൾ വെച്ച് അറിഞ്ഞാൽ അത് നീ വിളങ്ങിക്കൊള്ളുകിற പകുതിയിൽ കൊണ്ടുവന്ന് അത് നന്നാക നടമുറയിൽ കൊണ്ടുവര വേണ്ടി, ഗ്രഹിക്കുന്നതായ ഭാഗത്ത് കൊണ്ടുവന്ന് നീ അത് പ്രാവർത്തികമാക്കണം. അപ്പോഴുതാൻ നീ നീതിമാനാക കാണപ്പെടുക. അങ്ങനെയെങ്കിൽ മാത്രമേ നീ ഒരു നീതിമാനാകൂ. നമ്മുടെ വിഷയത്തിൽ ക്രിസ്തുവുക്കുൾ മരിത്തവർകൾ, ക്രിസ്തുവിൽ മരിച്ചവർ. സാധാരണ അടക്കാരാധനയ്ക്ക് എല്ലാവർക്കും ചൊല്ലുവാങ്ക, സാധാരണ അടക്കാരാധനയിൽ എല്ലാവരോടും പറയും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവൻ കുടികാരനായിരിക്കും, ചിലപ്പോൾ പെട്ടിയിൽ എഴുതി വെച്ചിരിക്കും ക്രിസ്തുവുക്കുൾ മരിച്ചാറുണ്ട്. മദ്യപാനി ആയിരിക്കാം, പക്ഷെ അവന്റെ ശവപ്പെട്ടിയുടെ പുറത്തും കാണും ക്രിസ്തുവിൽ മരിച്ചവർ. നല്ല ഒരു ജപം ചെയ്യുവാர்கள். ഓ അരുമயான ദേവനുடைய ദാസൻ അല്ലെങ്കിൽ ദേവനുடைய മകൻ, അവൻ ക്രിസ്തുവുക്കുൾ മരിച്ചാറെല്ലാം ചൊല്ലുവാൻ. ദൈവത്തിന്റെ മകനെന്നോ ദൈവദാസനെന്നോ വിളിച്ച് ക്രിസ്തുവിൽ മരിച്ചെന്നൊക്കെ പറഞ്ഞേക്കാം. ക്രിസ്തുവുക്കുൾ വരിക എന്ന് ചൊന്നാൽ അർത്ഥം എന്നാ? ക്രിസ്തുവിൽ വരിക എന്നാൽ അർത്ഥമെന്ത്? അതിന്റെ ഉപദേശം എന്ന്. അതിന്റെ ഉപദേശം എന്താ? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരുവൻ എപ്പടി പാപിയായ മനുഷ്യൻ എപ്പോത് ക്രിസ്തുവുക്കുൾ വരികറാൻ? പാപിയായ ഒരു വ്യക്തി എപ്പോഴാണ് ക്രിസ്തു യേശുവിൽ വരുന്നത്? പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ എന്ന് യോവാൻ 14-ാം അധികാരം 20-ാം വചനത്തിൽ വാസിക്കുന്നു. യോഹന്നാൻ 14:20 വായിക്കുമ്പോൾ മനസ്സിലാക്കാം അത് പരിശുദ്ധാത്മാഭിഷേകത്താലാണ്. യോവാൻ 14:20 എന്നെ വാസിക്കുന്നു. യോഹന്നാൻ 14:20 വായിക്കുന്നത് എന്ത്? ഞാൻ എൻ പിതാവിലും നിങ്ങൾ എന്നിലും നിങ്ങൾ എന്നിലും എന്റെ അന്നാളിൽ അറിവീர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. പരിശുദ്ധാവിൻ അഭിഷേകത്തെ നാം പെറ്റുകൊള്ളുമ്പോൾ നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നാമും തൃത്വ ദേവനും ഒന്നാക്കപ്പെടുகிறோம். നാമും ത്രിയേക ദൈവവും ഒന്നായിത്തീരും. അവർ നമുക്കുൾ വന്ന് വാസം പണ്ണുகிறார். താൻ നമ്മിൽ വന്ന് വസിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇതാണ് അഭിഷേകത്തിനുടെ ഒരു ആശീർവാദം. ഇതാണ് അഭിഷേകത്താൽ ലഭ്യമാകുന്ന ഒരു അനുഗ്രഹം. വരുகிறപടിയാൽ ആകയാൽ ക്രിസ്തുവിൽ വരുന്നത് കൊണ്ട് 1 കൊരിന്ത്യർ 3-ാം അധികാരം 16-17 വചനത്തിൻപടി 1 കൊരിന്ത്യർ 3:16-17 വാക്യപ്രകാരം അവരുടെ ആലയമാക നാം മാറ്റപ്പെടും. തന്റെ മന്ദിരമായി തീരുന്നു. അപ്പൊ അഭിഷേകത്തിനാല് താൻ നാം
നാം ക്രിസ്തുവുക്കുൾ വരികറോം. ആകയാൽ പരിശുദ്ധാത്മാഭിഷേകത്താലാണ് ക്രിസ്തുയേശുവിൽ വരുന്നത്. ഇതാ ഉപദേശം. ഇതാണ് ഉപദേശം. രക്ഷിപ്പിൽ അവൻ ക്രിസ്തുവുക്കുൾ വരികതില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ വരുന്നില്ല. ജ്ഞാനസ്നാനത്തിലും ക്രിസ്തുവുക്കുൾ വരികതില്ല. ജലസ്നാനത്തിലും ക്രിസ്തുവിലായിത്തീരുന്നില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവ രക്ഷിക്കപ്പെടുമ്പോൾ എന്ന അനുഭവം? ആകയാൽ രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന അനുഭവം എന്താണ്? യോവാൻ 1-ാം വാസിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം-12 അവരെ ഏറ്റുകൊണ്ടവர்கள் എത്ര പേരുകളോ അത്തന പേരും ദേവനുടെ പിള്ളകളായി ഇരിക്കുമ്പടി അധികാരം കൊടുത്താർ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവരെ ഏറ്റുകൊണ്ടാர்கள். അവനെ അവർ കൈക്കൊണ്ടു. ഇതവിടെ ക്രയം കൊടുത്ത് പൊരുളെ വാങ്ങിനോ, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങി. അതുതാൻ രക്ഷിപ്പ്. അതാണ് രക്ഷ. യേശുവെ ഏറ്റുകൊള്ളുகிறோம். യേശുവിനെ സ്വീകരിക്കുന്നു. യേശു മെയ്യാന ദേവൻ. യേശു സത്യാദൈവം. അവർ താൻ രക്ഷകർ. താൻ രക്ഷകൻ. അവർ താൻ ജീവൻ. താൻ ജീവൻ. അവർ താൻ വഴി. അവിടുന്നാണ് വഴി. അവർ താൻ സത്യം. അവിടുന്നാണ് സത്യം. ഞാൻ യേശുവെ ഏറ്റുകൊള്ളുகிறேன். ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. ഏറ്റുകൊണ്ടവർകൾ എത്ര പേരുകളോ അത്തന പേരുകളും ദേവനുടെ പിള്ളകളാകുമ്പടി അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവ ക്രിസ്തുവുക്കുൾ വരവില്ലേ? അപ്പോൾ ക്രിസ്തുവിൽ വന്നിട്ടില്ല. അടുത്ത ജ്ഞാനസ്നാനം. അടുത്തതായി ജലസ്നാനം. ജ്ഞാനസ്നാനത്തിലും ക്രിസ്തുവുക്കുൾ വരികതില്ല. ജലസ്നാനത്തിലും ക്രിസ്തുവിൽ വരുന്നില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ജ്ഞാനസ്നാനത്തിൽ എന്നെ വാസിக்கிறோം. ജലസ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നത് വായിക്കുന്നു. ഗലാത്യർ 3-ാം-26 ഗലാത്യ ലേഖനം 3:26 വാക്യപ്രകാരം ജ്ഞാനസ്നാനം എടുത്തവர்கள் എത്ര പേരുകളോ അത്തന പേരും ക്രിസ്തുവെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ നാം അവിടെ ധരിക്കുന്നു. അപ്പോ മുതലാമത് ഒരു തുണിയെ വെച്ചുകൊള്ളുക. ഇത് കടയിലെ നാം ക്രയത്തെ കൊടുത്ത് വാങ്ങിനോ. ഒരു തുണിയെന്നിരിക്കട്ടെ, ആദ്യം കടയിൽ നിന്ന് വില കൊടുത്തത് വാങ്ങി. ഇപ്പൊ എനക്ക് സ്വന്തം. ഇപ്പോൾ അതിന്റെ സ്വന്തമായി. ഞാൻ ക്രയത്തെ കൊടുത്ത്, ഞാൻ വില കൊടുത്തല്ലോ, അത് വാങ്ങിയല്ലോ. ഇത് താൻ രക്ഷിപ്പ്. ഇതാണ് രക്ഷ. ജ്ഞാനസ്നാനത്തിൽ ഇത് ഞാൻ ധരിച്ചുകൊള്ളുகிறேன். ജലസ്നാനത്തിൽ ഞാനിത് ഉടുത്തു. അവരുടെ നീതിയെ ധരിച്ചുകൊള്ളുகிறோம். തന്റെ നീതിയെ ധരിക്കുന്നു. இப்போது இடங்கொண்ட இவ்விதமாக எல்லா நீதியும் நிறைவேற வேண்டும் என்று இயேசு யோவான் ஸ்நானனுக்கு சொன்னார். യേശു യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ എല്ലാ നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ. അപ്പൊ ജ്ഞാനസ്നാനത്തിൽ അവരെ നാം ധരിച്ചുകൊള്ളുക. ആകയാൽ ജലസ്നാനത്തിൽ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു. ജ്ഞാനസ്നാനം എടുത്തവர்கள் എത്ര പേരുകളോ അത്തന പേരും ക്രിസ്തുവെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവെ ധരിക്കാൻ ചൊന്നാൽ അർത്ഥം എന്നാ? ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ ക്രിസ്തുവിൻ മരണത്തെ ധരിച്ചുകൊള്ളുക. ക്രിസ്തുവിന്റെ മരണത്തെ നാം ധരിക്കുന്നു. അപ്പൊ അന്ത മരണത്തെ നാം പെറ്റുകൊണ്ടു. ആ മരണത്തെ സ്വീകരിക്കുന്നു. അതിനായിട്ട് ജ്ഞാനസ്നാനത്തിൽ ഒരു മരണവും അടക്കവും ഉണ്ട് എന്റെ ഒരു ഉപദേശത്തെ നാം വേദത്തിൽ വാസിக்கிறோം. ആകയാൽ ജലസ്നാനത്തിൽ ഒരു മരണവും അടക്കം ചെയ്യപ്പെടലും ഉണ്ടെന്നുള്ള ഉപദേശം ബൈബിളിൽ വായിക്കുന്നു. റോമർ 6-ാം-4 വാസിக்கிறோം. റോമർക്കെഴുതിയ ലേഖനം 6-ാം-4 വാക്യം. മരണവും ഒരു അടക്കവും. ഒരു മരണം, ഒരു അടക്കം ചെയ്യപ്പെടൽ. ദൈവത്തിന് മഹത്വം. അപ്പോ ഒരുവൻ ഉണ്മயான ജ്ഞാനസ്നാനം എടുത്താൽ, ആകയാൽ ഒരുവൻ യഥാർത്ഥ സ്നാനം സ്വീകരിച്ചാൽ, അവൻ ക്രിസ്തുവെ ധരിച്ചുകൊണ്ടാൽ, അവൻ ക്രിസ്തുവിനെ ധരിച്ചാൽ, ക്രിസ്തുവിന്റെ മരണത്തെ ധരിച്ചുകൊണ്ടാൽ, അവൻ ഈ മരണം ധരിച്ചാൽ, അവൻ എന്നെ ചൊല്ലിക്കൊണ്ടിരിപ്പാൻ, അവൻ എന്താണ് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക? മരണം സംഭവിച്ചാൽ, എനിക്ക് മരണം സംഭവിച്ചാൽ ഞാൻ മരിത്തേൻ എന്ന് ചൊല്ലുവൻ. ഞാൻ മരിച്ചു എന്ന് പറയുന്നു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഇത് താൻ റോമർ 6-ാം-11 വാസിക്കുമ്പോൾ, റോമാലേഖനം 6:11 വായിക്കുമ്പോൾ, പാപങ്ങൾക്ക് മരിത്തേൻ എന്നും നീതിക്കാക പിഴത്തിരിക്കണം എന്നും എണ്ണിക്കൊള്ളുക. പാപസംബന്ധമായി മരിച്ചെന്നും നീതിക്കായി ജീവിക്കുന്നു എന്നും എണ്ണിക്കൊള്ളുവിൻ. ഇപ്പിടിപ്പെട്ടതാണ് എണ്ണം ഉൻ മനതിൽ കാണപ്പെട്ട. ഈ വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ കോപത്തുക്ക് മരിത്തേൻ, ഞാൻ കോപത്തിനാ മരിച്ചു, ഞാൻ പാപത്തുക്ക് മരിച്ചു, ഞാൻ പാപത്തിനാ മരിച്ചു, ഞാൻ ഉലകാശയ്ക്ക് മരിച്ചു, ലോകമോഹങ്ങൾക്ക് മരിച്ചു, ഞാൻ ഇന്റർനെറ്റുക്ക് മരിത്തേൻ, ഇന്റർനെറ്റിന് ഞാൻ മരിച്ചു, ഞാൻ എല്ലാവിധമായ കാര്യങ്ങൾക്കും മരിച്ചു, സകലാശുതികൾക്കും ഞാൻ മരിച്ചു. മരിത്തേൻ എന്ന് சொன்னால், മരിച്ചെന്ന് പറയുമ്പോൾ ഇതൊരു ഡെഡ് ബോഡി എന്ന് വെച്ചുകൊള്ളുക. ഇതൊരു മൃതദേഹം എന്നിരിക്കട്ടെ.
ഇത് മരിച്ച ശരീരം. ഇത് മരിച്ചതാണ്. നമ്മൾ എന്ത് പൊരുൾ കൊടുത്താലും, ഇതിന് എന്ത് കൊടുത്താലും, പണത്തെ കാട്ടിനാലും പണം കാണിച്ചാൽ ആശ വരാതെ, ആശ വരില്ല. ഇനി വേറെ എന്ത് പൊരുൾ കൊടുത്താലും അത് അനുഭവിക്കാതെ, മറ്റെന്ത് കൊടുത്താലും ആസ്വദിക്കില്ല. ആ ഡെഡ് ബോഡി എന്നെ ചൊല്ലും, ഈ ശവം എന്ത് പറയും? എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കണ്ണുണ്ട്, കാണക്കൂടിയ ജീവനില്ല. കാണുവാനുള്ള ജീവനില്ല. എനിക്ക് വായുണ്ട്, എനിക്ക് വായുണ്ട്, അനുഭവിക്കக்கூடிய അത് ജീവനില്ല. രുചിക്കാനുള്ള ജീവനില്ല. എനിക്ക് കൈയുണ്ട്, എനിക്ക് കൈയുണ്ട്, ക്രിയ ചെയ്യக்கூடிய കൈ, പ്രവർത്തിക്കുവാനുള്ള ജീവൻ കരത്തിലില്ല. ഞാൻ പാപத்துக்கு മരിത്തേ, ഞാനിതാ പാപത്തിന് മരിച്ചു. മരിച്ച മനുഷ്യൻ, ഞാൻ മരിച്ച വ്യക്തി. അന്ത മരണത്തെ നാം ധരിച്ചു കൊള്ള വേണ്ടി. ഈ മരണത്തെയാണ് നമ്മൾ ഇത് നീ ധരിക്കേണ്ടത്. ധരിച്ചുകൊണ്ട് ജീവിത്താൽ ഇതാ ധരിച്ച് ജീവിച്ചാൽ നിനക്കൊരു ജയജീവിയം ഉണ്ടാകും. നിനക്കൊരു ജയജീവിതം ലഭ്യം. അതുതാ ജ്ഞാനസ്നാനത്തിലെ ജയജീവിയം. ഈ ജലസ്നാനത്തിൽ ഒരു ജയജീവിതം. ജയജീവിയം ജ്ഞാനസ്നാനത്തിൽ തുവങ്ങുகிறது. ജയാജീവിതം ജലസ്നാനത്തിൽ ആരംഭിക്കുന്നു. ഈ അർത്ഥമില്ലാത്ത ഒരു പകുതിയല്ല ജ്ഞാനസ്നാനം. ജലസ്നാനം എന്നത് അർത്ഥശൂന്യമായ ഒരു ചടങ്ങല്ല. ചിലർ ചൊല്ലുവാങ്ക ഏതോ മുങ്ങി വരണോ, അതുതാ ജ്ഞാനസ്നാനം. ചിലര് പറഞ്ഞിങ്ങനെ മുങ്ങി വരുന്നതാണ് സ്നാനം. യാരോ ജ്ഞാനസ്നാനം കൊടുത്താൽ നാം ഏറ്റുകൊള്ളുവതില്ല. അതുകൊണ്ട് ആരെങ്കിലും തരുന്ന സ്നാനം നമ്മൾ സ്വീകരിക്കാറില്ല. ജ്ഞാനസ്നാന സത്യത്തെ വിളങ്ങി അന്ധസത്യത്തിക്ക് ഒപ്പുകൊടുത്ത് പിതാകുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ മുഴുക്ക് ജ്ഞാനസ്നാനം എടുത്താൽ ഏറ്റുകൊള്ള മുടിയും. ജലസ്നാന സത്യത്തെ സ്വീകരിച്ച നാം അതിന് വിധേയപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചാൽ അതേ അംഗീകരിക്കും. ജ്ഞാനസ്നാനത്തിൽ ഒരു ജയജീവിയമുണ്ട്. കാരണം ജലസ്നാനത്തിൽ ഒരു ജയജീവിതമുണ്ട്. റോമർ 6-ാം അധികാരം 6-ാം വചനത്തെ നാം പഠിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ, നാം ഇനി പാപങ്ങൾക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക് പാപശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ സിലുവയിൽ അറൈന്താർ എന്ന് അറിഞ്ഞിരിக்கிறோம். പാപത്തിന് ദാസന്മാരാകാതിരിക്കേണ്ടതിന് പാപശരീരത്തിന് നീക്കം വരുവാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിരിക്കുന്നു. ഒരു അറിവ് ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த അറിവ് താൻ നിത്യജീവൻ. ആ അറിവാണ് നിത്യജീവൻ. ജ്ഞാനസ്നാനത്തിൽ ഒരു അറിവ്, ജലസ്നാനത്തിൽ ഒരു അറിവ്, പുതുതാന ജീവൻ ഉണ്ടാകുമ്പടിക്കുള്ള അറിവ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള അറിവ്. എന്താ അറിവ്? ഏതാണ് ഈ അറിവ്? നാം ഇനി പാപத்துக்கு ഊഴിയം ചെയ്യാതെ പഠിക്ക് പാപത്തിന് ദാസന്മാരാകാതിരിക്കേണ്ടതിന്, പാപശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ട് പാപശരീരം നീങ്ങുമാർ പഴയ മനുഷ്യൻ അവരോട് കൂടെ സിലുവയിൽ അറൈന്താർ അറിഞ്ഞിരിக்கிறோം. പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. ഇതാ ജ്ഞാനസ്നാനം. ഇതാണ് ജലസ്നാനം. തണ്ണീരിൽ മുങ്ങി വരുகிறതൊന്നുമല്ല, വെള്ളത്തിൽ മുങ്ങിക്കയറി വരുന്നതല്ല. അത് ജ്ഞാനസ്നാനം കൊടുക്ക വേണ്ടിയ വിധം, ജലസ്നാനം നൽകേണ്ടുന്നതായ രീതി മാത്രമാണ്. എപ്പടി ജ്ഞാനസ്നാനം കൊടുക്ക വേണ്ടും, സ്നാനം എങ്ങനെ നൽകണം. அந்த தண்ணீரினால் உனக்கு ஒரு வல்லமையும் இல்லை. ആ വെള്ളത്താൽ നിനക്കൊരു ശക്തിയും കിട്ടുന്നില്ല. அதனால தான் எபேசியர் 5-ாம் அதிகாரம் 25-ாம் வசனத்தை வாசிக்கும்போது വചനത്തോട് കൂടിയ തണ്ണീർ ജ്ഞാനസ്നാനം. എഫേസ്യ ലേഖനം 5:25 മുതൽ വായിക്കുമ്പോൾ കാണാം വചനത്തോടുകൂടി ആ ജലസ്നാനം. அப்படிப்பட்ட ജ്ഞാനസ്നാനം എടുത്താലും കൂടെ, ഇങ്ങനെയുള്ള സ്നാനം സ്വീകരിച്ചാൽ പോലും നമ്മുടെ വിഷയത്തിൻപടി നാം ക്രിസ്തുവുക്കുൾ വരുகிறதில்லை. നമ്മുടെ വിഷയപ്രകാരം നാം ക്രിസ്തുവിലാകുന്നില്ല. നാം മരണത്തെ ധരിച്ചു കൊള്ളുക. ആ മരണം നാം ധരിക്കുന്നു. അഭിഷേകത്തിനാൽ താൻ ക്രിസ്തുവുക്കുൾ വരുகிறோம். അഭിഷേകത്താൽ മാത്രമാണ് ക്രിസ്തുവിൽ വരുന്നത്. இந்த ഉപദേശത്തെ നന്നാக വിളങ്ങിക്കൊള്ളുക. തീർച്ചയായും നിങ്ങൾ ഈ ഉപദേശം നന്നായി മനസ്സിലാക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ അഭിഷേകത്തെ പെറ വേണ്ടുമാനാൽ, ആകയാൽ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 38-ാം വചനത്തിൻപടി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യപ്രകാരം, അവர்கள் நீங்கள் மனம் திரும்பி இயேசுவின் நாமத்தில் ஞானஸ்நானம் எடுங்கள் அப்பொழுது பரிசுத்த ஆவியின் வரத்தை பெறுவீர்கள். നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ അഭിഷേകം പെറ വേണ്ടുമാനാൽ മനം തിരുമ്പ വേണ്ടും, ജ്ഞാനസ്നാനം എടുക്കണം. ആകയാൽ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, സ്നാനമേൽക്കണം. ഇത് കൃപയിൻ കാലമാനപടിയിനാൽ, ഇത് കൃപായുഗമാകയാൽ ജ്ഞാനസ്നാന സത്യത്തിൽ നീ വിശ്വാസിത്ത്, ജലസ്നാന സത്യം നീ വിശ്വസിച്ച, ജ്ഞാനസ്നാനം എടുക്കുന്നതുക്ക് മുന്തി നീ അഭിഷേകത്തെ പെറ്റുകൊള്ളലാം. സ്നാനപ്പെടുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിച്ചേക്കാം. ഞാൻ 8-ാം വയതിൽ പരിശുദ്ധാവിൻ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റുകൊണ്ട്, ഞാൻ എന്റെ 8-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാഭിഷേകം
അന്യഭാഷ അടയാളത്തോടെ அப்போது പ്രാപിച്ചതാണ്. ஞானஸ்நானம் எடுக்கவில்லை. എന്നാൽ അന്ന് ഞാൻ സ്നാനപ്പെട്ടിരുന്നില്ല. பிறகு ஞானஸ்நானம் 16ஆம் வயதில் தான் முழுக்க ஞானஸ்நானம் பெற்று. പിൽക്കാലത്ത് 16-ാം വയസ്സിലാണ് മുഴുകൽ സ്നാനമേറ്റത്. ஆனா ஞானஸ்நான சத்தியத்தை நான் விசுவாசித்தேன். എന്നാൽ ജലസ്നാന സത്യത്തെ ഞാൻ വിശ്വസിച്ചിരുന്നു. ஞானஸ்நானம் எனக்கு தேவை. എനിക്ക് സ്നാനം വേണ്ടിയിരുന്നു. ஆனால் அந்த விசுவாசம் வரும்போது தான் ஞானஸ்நானம் எடுக்க முடியும். ആ വിശ്വാസം വരുമ്പോൾ മാത്രമേ സ്നാനമെടുക്കുവാൻ കഴിയൂ. விசுவாசிக்கு ஞானஸ்நானம் எடுக்கிறவன் രക്ഷിക്കപ്പെടുவான். വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. தேவனுக்கு மகிமை. ദൈവത്തിനാ മഹത്വം. அப்போ கிறிஸ்துவுக்குள் வருகிறது பரிசுத்தாவின் அபிஷேகத்தினால் என்பதை நீங்க விளங்கிக் கொள்ளுங்க. ആകയാൽ ക്രിസ്തുവിലായിത്തീരുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടെ മാത്രമെന്ന് മനസ്സിലാക്കുക. இனி எடுத்துக்கொள்ளப்பட வேண்டுமானால் ഇനി കർത്താവിന്റെ വരയിൽ എടുക്കപ്പെടണമെങ്കിൽ கிறிஸ்துவுக்குள் வந்தால் மட்டும் போதா. ക്രിസ്തുവിൽ വന്നാൽ മാത്രം പോരാ. 3 അനുഭവங்களை நாம் பார்க்கின்றோம். നാം 3 അനുഭവങ്ങളെ കാണുന്നുണ്ട്. ஒன்றே கிறிஸ்துவுக்குள் வர வேண்டும். ഒന്നാം ക്രിസ്തുവിലാകണം. அதாவது மனம் திரும்பி ஞானஸ்நானம் எடுத்து பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ள வேண்டும். അതായത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കണം. அப்ப கிறிஸ்துவுக்குள் வந்தாய். അപ്പോൾ ക്രിസ്തുവിലായി. இனி இரண்டாவது அனுபவம், രണ്ടാമത്തെ അനുഭവം கிறிஸ்துவுக்குள் வளர வேண்டும். ക്രിസ്തുവിൽ വളരണം. கிறிஸ்துவுக்குள் வளர வேண்டும். ക്രിസ്തുവിൽ വളരണം. மூன்றாவது அனுபவம், മൂന്നാമത്തെ അനുഭവം கிறிஸ்துவுக்குள் பூர்ணப்பட வேண்டும். ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. அப்ப கிறிஸ்துவுக்குள் வர வேண்டும், ക്രിസ്തുവിൽ ആയിത്തീരുക, கிறிஸ்துவுக்குள் வளர வேண்டும். ക്രിസ്തുവിൽ വളരുക, மூன்றாவது கிறிஸ்துவுக்குள் பூர்ணப்பட வேண்டும். മൂന്നാമതായി ക്രിസ്തുവിൽ തികഞ്ഞവരാവുക. இப்ப நான் எர்ணாகுளத்து மதிக்க வேண்டுமானால் ഞാൻ എറണാകുളത്ത് മരിക്കണമെങ്കിൽ முதலாவது நான் எர்ணாகுளத்துக்கு வர வேண்டும். ഒന്നാമത് എറണാകുളത്ത് വരണം. அப்ப நான் சென்னையை விட வேண்டும். ചെന്നൈ ഞാൻ വിടണം. எர்ணாகுளத்து வந்தால் மட்டும் போதா, എറണാകുളത്ത് വന്നാൽ പോരാ, மரணம் வரைக்கும் நான் இங்கே இருக்க வேண்டும். മരിക്കും വരെ ഞാൻ ഇവിടെ പാർക്കണം. அது இரண்டாம் அனுபவம். ഇതാണ് രണ്ടാമത്തെ അനുഭവം. மூன்றாவது இங்கே மதிக்கணும். മൂന്നാമത് ഇവിടെ കിടന്ന് മരിക്കണം. அப்பதான் நீங்க தொலைபேசி மூலமாக சென்னைக்கு வர பாஸ்டர் எம்.டி. തോമസ് கர்த்தருக்குள் நித்திரையானார். അപ്പോൾ നിങ്ങൾ ടെലിഫോണിൽ വിളിച്ചു പറയും പാസ്റ്റർ എം.ടി. തോമസ് അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. உங்களோட பேര് சொன்னா தானே பயம். என் பேரு நானே சொல்றேன். നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴാണല്ലോ നിങ്ങൾ പേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പേര് അങ്ങ് പറഞ്ഞു. இல்லையா? അല്ലേ? நான் இங்க வராவிட்டா, இங்க இருக்காவிட்டா, இங்க மரிக்காவிட்டா എറണാകുളത്ത് മരിത്തേൻ എന്ന് சொல்ல முடியுமா? എന്നാൽ ഞാൻ ഇവിടെ വരുന്നില്ല എങ്കിൽ, ഇവിടെ പാർക്കുന്നില്ല എങ്കിൽ, ഇവിടെ കിടന്ന് മരിച്ചില്ല എങ്കിൽ പാസ്റ്റർ എറണാകുളത്തിൽ മരിച്ചെന്ന് പറയുമോ? അപ്പൊ നീ ക്രിസ്തുവുക്കുൾ മരിക്ക വേണ്ടുമാനാൽ, ആകയാൽ നീ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഏതോ യേശുവെ അറിഞ്ഞുകൊണ്ടാൽ മറ്റും പോരാ. യേശുവിനെ വെറുതെ അറിഞ്ഞാൽ പോരാ, ക്രിസ്തുവുക്കുൾ വരണം. ക്രിസ്തുവിൽ വരണം. അഭിഷേകത്തിൽ വരണം. അഭിഷേകത്തിൽ കൂടെ അഭിഷേകത്തെ പെറ്റുകൊള്ള வேண்டும். അഭിഷേകം പ്രാപിക്കണം. വെറും അഭിഷേകത്തെ പെറ്റാൽ മറ്റും വെറുതെ പോരാ. പ്രാപിച്ചാൽ പോരാ, அந்த அபிஷேகமே உன்னை நடத்த ആ வேண்டும். അഭിഷേകം തന്നെ നിന്നെ വഴി നടത്തണം. அதான் ஆவியினால் நடத்தப்படுகிறவர்கள் எவரோ அவர்களே தேவபுத்திரர்கள். ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ പുത്രന്മാർ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதான் ஆவியின் பிரமாணத்தை தந்திருக்கிறார். അതുകൊണ്ടാണ് ആത്മാവിന് പ്രമാണങ്ങൾ തന്നിട്ടുള്ളത്. ரோமர் 8ஆம் அதிகாரம் 1ஆம் வசனத்தில் റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ஆவியில் நடக்க வேண்டும். ആത്മാവിൽ നടക്കുകയാണ്. ரோமர் 8ஆம் அதிகாரம் 6ஆம் வசனத்தில் റോമാലേഖനം 8-ന്റെ 6-ൽ ஆவியில் சிந்திக்க வேண்டும். ആത്മാവിന്റെ ചിന്തയുള്ളവരാകണം. மூன்றாவது 9ஆம் வசனத்தில் ஆவியில் உயிர்ப்பிக்கப்பட வேண்டும். 9-ാം വാക്യത്തിൽ ആത്മാവിനാൽ ഉയർപ്പിക്കപ്പെടുകയാണ്. 12ஆம் வசனத்தில் ஆவியினால் சரீரத்தின் செய்கைகளை அழிக்க வேண்டும். 12-ാം വാക്യത്തിൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. 14ஆம் வசனத்தில் ஆவியினால் நடத்தப்பட வேண்டும். 14-ാം വാക്യത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുകയാണ്. 26ஆம் வசனத்தில் ஆவியில் ஜெபிக்க வேண்டும். 26-ാം വാക്യത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. 27ஆம் வசனத்தில் ஆவியினால் பரிசுத்தவான்களுக்காக வேண்டுதல் ஜெபம் செய்ய வேண்டும். 27-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. இப்படி செய்யும்போது தான் நீ ஆவிக்குள்ளே காணப்படுகிறாய் என்ற அர்த்தம். ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നീ ആത്മാവിലായിത്തീരുന്നത് എന്നർത്ഥം. 2 കൈ തട്ടി 2 അന്യഭാഷ பேசினா போதுமா? 2 കൈയടിയും 2 അന്യഭാഷയും മതിയോ? അതിനാൽ ഒന്നും പ്രയോജനമില്ലേ. അതുകൊണ്ടൊന്നും പ്രയോജനം വരില്ല. അതും தேவை. അത് വേണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆவியின் பிரமாணத்தில் காணப்பட வேண்டும். ആത്മാവിന്റെ പ്രമാണത്തിൽ നീ ആയിരിക്കണം. அபிஷேகம் பெற்றவர்கள் അഭിഷേകം പ്രാപിച്ചവർ ஆவியில் நடக்க வேண்டும். ആത്മാവിൽ നടക്കണം. ஆவியில் சிந்திக்க வேண்டும். ആത്മാവിൽ ചിന്തിക്കണം. ஆவியில் உயிர்ப்பிக்கப்பட வேண்டும். ആത്മാവിനാൽ ഉയർപ്പിക്കപ്പെടുകയാണ്. ஆவியில் சரீரத்தின் செய்கைகளை அழிக்க வேண்டும். ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ஆவியினால் நடத்தப்பட வேண்டும். ആത്മാവിനാൽ നടത്തപ്പെടുകയാണ്.
ஆவியில் ஜெபிக்க வேண்டும், ആത്മാവിൽ പ്രാർത്ഥിക്കണം, ஆவியில் பரிசுத்தவான்களுக்காக வேண்டுதல் ஜெபம் செய்யணும். ആത്മാവിനാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യണം. இதுதான் ஆவியின் 7 பிரமாணங்கள். ഇതാണ് ആത്മാവിന്റെ 7 പ്രമാണം. அது ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள், அப்பொழுது மாம்ச இச்சையை நிறைவேற்றாமல் இருப்பீர்கள். അതുകൊണ്ടാണ് വായിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹങ്ങളെ നിറവേറ്റുകയില്ല. இனி 2ஆம் பகுதிக்கு வருவோம். ഇനി രണ്ടാം ഭാഗത്തിലേക്ക് വരാം. கிறிஸ்துவுக்குள் வளர வேண்டும். ക്രിസ്തുവിൽ വളരുക, அது முக்கியமான பகுதி. അതാ ഒരു പ്രധാനപ്പെട്ട ഭാഗം. பரிசுத்த பேதுரு சொல்லும் போது, വിശുദ്ധ പത്രോസ് പറയുമ്പോൾ 2 பேதுரு 3ஆம் அதிகாரம் 18ஆம் வசனத்தின் 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையிலும் അവരെ അറിയുന്നതാന അറിവിലും വളരുങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും അവന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. നമുക്കൊരു വളർച്ച തേവ, നമുക്കൊരു വളർച്ച വേണം. ആവിക്കുറിയ ജീവിതം ഒരു വളർച്ച. ആത്മീക ജീവിതം ഒരു വളർച്ചയാണ്. നാം വളർന്നുകൊണ്ടേയിരിക്കും. നാം വളർന്നുകൊണ്ടേയിരിക്കുന്നു. എതുവരയ്ക്കും വളര വേണം? എത്രത്തോളം? തലയാകിയ ക്രിസ്തുവുക്കുൾ എല്ലാവറ്റിലേയും വളര வேண்டும். ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരെയണം. ഇപ്പടി വളരുമ്പടിക്ക് ആണ്ടവർ എന്നെ ചെയ്താൽ, നാം ഇങ്ങനെ വളരുവാൻ കർത്താവ് എന്ത് ചെയ്തു? എഫേസ്യർ 4ആം അധികാരം 15ആം വസനത്തെ നാം വാസിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 4:15 വായിച്ചാൽ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. அன்புடன் சத்தியத்தை கைக்கொண்டு அன்புடன் சத்தியத்தை கைக்கொண்டு தலையாகிய கிறிஸ்துவுக்குள் எல்லாவற்றிலேயும் நாம் வளர்கிறவர்களாய் இருக்கும்படியாக அப்படி செய்தார். அப்படி செய்தார். எப்படி செய்தார்? എന്ത് ചെയ്തു? വളരുമ്പടിക്ക് அப்படி செய்தார். നാം വളരേണ്ടതിന് അങ്ങനെ ചെയ്തു. അன்றைக்கு ഒരു ചിന്ന പത്രിക പാത്ത ലഘുലേഖ, ഒരു ലഘുലേഖ ഒരിക്കൽ കണ്ടു. അതിലൊരു കുളന്ത ജ്ഞാനസ്നാനം, അതിലൊരു ശിശുസ്നാനം. അത് இந்த வசனம் தான் எழுதியிருக்கிறார். ഈ വചനമാണ് എഴുതിയിരിക്കുന്നത്. அப்புறம் വളരുம்படிக்கு அப்படி செய்தார் என்றுதான் வசனம் അതിൽ എഴുതിയിരിക്ക, വളരുவோமாக. വളരേണ്ടതിന് അവൻ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വചനമെങ്കിൽ അതിലെഴുതിയിരിക്കുന്നത് നമുക്ക് വളരാമെന്നാണ്. വളരുவோமாக, നമുക്ക് വളരാം. വളരുவோமாக என்று വസനം ഇല്ല. നമുക്ക് വളരാമെന്നല്ല, നാമാക വളര முடியாது. നമുക്ക് സ്വയം വളരാനാവില്ല. വളരുம்படிക്ക് அப்படி செய்தார். നാം വളരേണ്ടതിന് അവൻ അങ്ങനെ ചെയ്തു. என்ன செய்தார்? എന്ത് ചെയ്തു? 5 വിധமான ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിനാർ. 5 വിധ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അപ്പോസ്തലர்கள், ദീർഘദർശികൾ, സുവിശേഷകർ, മേയ്പ്പറുകൾ, പോതറുകൾ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇപ്പിടിപ്പെട്ടവരോടുള്ള ഐക്യത്തിൽ നാം കാണപ്പെട வேண்டும். ഇങ്ങനെയുള്ളവരുമായുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കണം. അത് പരിശുദ്ധ യോവാൻ ചൊല്ലുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ അത് പറയുമ്പോൾ, യോവാൻ ഒരു അപ്പോസ്തലൻ, യോഹന്നാൻ ഒരു അപ്പോസ്തലൻ. 1 യോവാൻ 1-ആം അധികാരം 3-ആം വസനത്തിൻപടി, 1 യോഹന്നാൻ 1-ആം അധ്യായം 3-ആം വാക്യത്തിൽ, நீங்கள் எங்களோட ஐக்கியமுள்ளவர்களாய் இருக்கும்படி நாங்கள் கண்டும் கேட்டும் உள்ளது உங்களுக்கு அறிவிக்கிறோம். எங்களுடைய ஐக்கியம் பிதாவோடும் குமாரனோடுமாய் இருக்கிறது. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനോടുമാകുന്നു. அப்ப நீங்கள் எங்களோட ஐக்கியமுள்ளவராய் നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ കൂട്ടായ്മ വേണം. ആശീർപ്പ് കൂടാരത്തിലെ കുത്തുവിളക്കെ നാം പാർക്കുമ്പോൾ, സമാഗമന കൂടാരത്തിലെ നിലവിളക്ക് നോക്കിയാൽ അതൊക്കെ ഒരു പാദമുണ്ട്. അതിനൊരു ചുവടുണ്ട്. പാദത്തിലിരുന്നൊരു നടുത്തണ്ട്. ആ ചുവടിൽ നിന്നൊരു നടുത്തണ്ട്. നടുത്തണ്ടിലിരുന്ന് 6 കിളകൾ. നടുത്തണ്ടിൽ നിന്ന് 6 ശിഖരങ്ങൾ. ഒരു പകുതിയിൽ 3, ഒരു പകുതിയിൽ 3. ഒരു ഭാഗത്ത് 3, മറുഭാഗത്ത് 3 വീതം. കുത്തുവിളക്ക് ദേവസഭ എന്ന് വേദം ചൊല്ലുகிறது. ബൈബിൾ പറയുന്നുണ്ട് ഈ നിലവിളക്ക് ദൈവസഭയാണ്. അപ്പോ அந்த കുത്തുവിളക്ക് ഒരു പാദം, ആ നിലവിളക്കിനൊരു ചുവട്. இந்த പാദം യാര്? ഈ ചുവടാര്? ഉയർത്തെഴുന്ന യേശു ക്രിസ്തു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു. സഭയ്ക്ക് തലയായി ഇരിക്കുന്ന യേശു ക്രിസ്തു. സഭയുടെ തലയായ യേശു. കൊലോസ്യർ 1-ആം അധികാരം 18-ആം വസനത്തിൽ വാസിക്കുമ്പോൾ, കൊലോസ്യർ 1:18 അവരെ ശരീരமான സഭയ്ക്ക് തലയായി ഇരിക്കുന്നു. അവൻ ശരീരമെന്ന സഭയ്ക്ക് തലയാകും. அதுதான் இந்த പാദം. അതാണ് ഈ ചുവട്. இந்த പാദത്തിൽ ഇരുന്നതാണ് നടുത്തണ്ട്. ഈ ചുവടിൽ നിന്നാണ് നടുത്തണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നടുത്തണ്ട് ആരെ വെളിപ്പെടുത്തി? ഈ നടുത്തണ്ട് ആരെ കാണിക്കുന്നു? അപ്പോസ്തലர்கள், ദീർഘദർശികളെ വെളിപ്പെടുത്തി. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരെ കാണിക്കുന്നു. அந்த நடுத்தண்டில் இருந்துதான் 6 கிளைகள். ഈ നടുത്തണ്ടിൽ നിന്ന് 6 ശിഖരങ്ങൾ. அதுதான் பரிசுத்தாவியை பெற்ற தேவ ഈ விசுவாசம். 6 ശാഖകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവജനം. டைரக்டாக இயேசுவோடு ஐக்கியப்பட முடியாது. യേശുവിനോട് നേരിട്ടുള്ളതായ ബന്ധമല്ല. നിങ്ങൾ இயேசுவோடு பேசலாம், യേശുവിനോട് സംസാരിക്കാം. இயேசு உங்களுக்கு பலவிதமான ஆசீர்வாதங்கள், தரிசனங்கள், சொப்பனங்கள் தருவார். യേശു നിങ്ങൾക്ക് പലവിധ അനുഗ്രഹങ്ങൾ,
സ്വപ്നങ്ങൾ ദർശനങ്ങൾ നൽകും. ആന നീ വളര വേണ്ടുമാനാൽ, എന്നാൽ വളർച്ച പ്രാപിക്കേണ്ടതിന് നീ ഡയറക്റ്റാக യേശുവോട് ഐക്യപ്പെട്ടൊന്ന് വളര മുടിയാ. ക്രിസ്തുവിനോട് നേരിട്ടുള്ള ബന്ധത്തിൽ മാത്രം വളരാൻ സാധ്യമല്ല. ഒരു വിശ്വാസി പയ്യൻ അപ്പടി சொன்ன. ഒരു വിശ്വാസിയായ ചെറുക്കൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ അഭിഷേകം പറ്റു, പാസ്റ്ററെ ഞാൻ അഭിഷേകം പ്രാപിച്ചു, എനിക്ക് വരങ്ങളുണ്ട്, എനിക്ക് കൃപാവരങ്ങളുണ്ട്, ദീർഘദർശനമുണ്ട്. പ്രവചനമുണ്ട്. അത് ഉണ്മതാ, ശരി തന്നെ. അവനെ ആർക്ക് ജപിച്ചാലും അവർക്ക് സുഖമുണ്ടാവും. ആർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിച്ചാലും അവന് അതിനാൽ സൗഖ്യം കിട്ടും. ഞാൻ ഉങ്ങളോടെല്ലാം ഐക്യപ്പെട വേണ്ടിയ ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് കൂട്ടായ്മ ആവശ്യമില്ല. ദേവനുക്ക് മയ്യം, ദൈവത്തിന് മഹത്വം. അത് പിഴയാന ഉപദേശം, അതൊരു തെറ്റായ ഉപദേശമാണ്. പരിശുദ്ധ യോവാൻ എന്നെ சொன்ன, യോഹന്നാൻ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിങ്ങൾ എങ്ങളോട് ഐക്യമുള്ളവர்களായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. നടുത്തണ്ട് എന്നെ சொல்லுது, ഈ നടുത്തണ്ട് എന്ന് പറയുന്നു, കിളയെ എങ്ങളോട് ഐക്യപ്പെട്. നിലവിളക്കിലെ ശാഖകളെ ഞങ്ങളോട് ഐക്യമുള്ളവരായിരിക്കുക. ഡയറക്റ്റാக പാദത്തിൽ പോകാതെ നേരിട്ട ചുവടിലേക്ക് പോകേണ്ട. அப்படி மோசே ഡയറക്റ്റാக പാദത്തിലിരുന്ന് 6 കിളകൾ ഉണ്ടാക്കിനാൽ ദേവനുടെ മഹിമ കൂടാരത്തിൽ വന്ന് ഇറങ്ങുമാ? എന്നാൽ മോശെ ആ ചുവടിൽ നിന്ന് നേരിട്ട് 6 ശാഖകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ സമാഗമന കൂടാരത്തിൽ ദൈവതേജസ് വന്ന് ആവസിക്കുമായിരുന്നുവോ? യാത്രാഗമം 40-ാം അധികാരത്തെ നാം വാസിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം വായിച്ചാൽ, കുത്തുവിളക്കിൻ പ്രമാണത്തിൽ ആണ്ടവർ சொன்னபடியே അവർ ചെയ്താർ. നിലവിളക്കിന്റെ പ്രമാണത്തിൽ യഹോവ അരുളി ചെയ്തത് കൽപ്പിച്ചതുപോലെ തന്നെ കാണിപ്പിച്ച മാതൃകയിൻപടി ചെയ്യ നീ എച്ചരിക്കയായിരിക്ക വേണ്ടും. പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ചെയ്യുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഉന്റെ വിരുപ്പത്തിൻപടി, ഉന്നുടെ വസതിക്കേറ്റപടി, ഉന്നുடைய ஞானத்துக்கேற்றபடி നീ ചെയ്യലാകാ. നിന്റെ ഇഷ്ടമോ സൗകര്യമോ ബുദ്ധിയോ അനുസരിച്ച് നീ ചെയ്യാൻ പാടില്ല. മലയിൽ ഞാൻ ഉനക്ക് കാണിപ്പിച്ച മാതൃകയിൻപടി, പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ എന്താ കുത്തുവിളക്ക് ചെയ്വായാക. ആ നിലവിളക്ക പണിയുക. அப்படித்தான் 25-ാം അധികാരത്തിൽ വാസിக்கிறோം. അങ്ങനെ 25-ാം വാക്യത്തിൽ കാണുന്നു. യാത്രാഗമം 30-ാം അധികാരത്തിലും വാസിക്കും. 25-ാം അധ്യായം 30-ാം അധ്യായത്തിലൊക്കെ അത് കാണാം. 40-ാം അധികാരത്തിൽ 40-ാം അധ്യായത്തിൽ அந்த வேலையெல்லாம் முடிந்து விட்டது. ആ പ്രവൃത്തി തീർന്നു. அந்த இடத்தில் കുത്തുവിളക്കെ കുറിച്ച് വാസിക്കുമ്പോൾ, അവിടെ നിലവിളക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ, ആണ്ടവർ കട്ടളയിട്ടപടി മോശ ചെയ്താർ. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്നെ? അതിന്റെ അർത്ഥം എന്താ? ഈ കുത്തുവിളക്ക് താൻ ദേവസഭ. ഈ നിലവിളക്ക ദൈവസഭ. നീ ക്രിസ്തുവുക്കുൾ വളര വേണ്ടുമാനാൽ, നീ ക്രിസ്തുവിൽ വളരണമെങ്കിൽ ഉനക്ക് ഐക്യം മുഖ്യം. നിനക്ക് കൂട്ടായ്മ അനിവാര്യം. ഡയറക്റ്റാക ദേവനോട് ഐക്യപ്പെട്ട് ജീവിക്കലാക. നേരിട്ട ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രം ജീവിച്ചാൽ പോരാ. അതേ നേരത്തിൽ, അതേ സമയത്ത് നാളാന്തര ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ, ഉന്നുടെ അനുകൂലകത്തില്, നിന്റെ ഓഫീസിൽ ഉനക്ക് പല പ്രശ്നങ്ങൾ വരും. പല പ്രശ്നങ്ങൾ വന്നേക്കാം. അതற்கு ആണ്ടവർ ഉന്നോട് പേസുവാർ. അതിനാ ദൈവം നിന്നോട് സംസാരിക്കും. യെശയ്യാ 30-ാം അധികാരം 26-ാം വചനത്തെ നാം പഠിക്കുമ്പോൾ, യെശയ്യാവ് 30-ാം അധ്യായം 26-ാം വാക്യത്തിൽ, വലതു പക്കமாக சாயும்போது இடது பக்கமாக சாயும்போது வழி இதுவே என்று சொல்லுகிற ஒரு சத்தம் உன் காதுகளின் பின்னாலே கேட்கும். നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടപ്പിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. അപ്പൊ ഉന്നുടെ നാളാന്തര ജീവിതത്തിൽ, ആകയാൽ നിന്റെ ദൈനംദിന ജീവിതത്തിൽ, മേലും 1 യോവാൻ 2-ാം അധികാരം 27-ാം വചനം, 1-ാം അധികാരം 27-ൽ വാസിക്കുമ്പോൾ, 1 യോഹന്നാൻ 1:27 വായിക്കുമ്പോൾ, നിങ്ങൾ പെற்றതാൻ അഭിഷേകം ഉന്നിൽ നിലയ്ത്തിരിക്കുന്നത്. അതിൽ 2:27 വായിക്കുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. 2:27 நீங்கள் பெற்ற அபிஷேகம் உங்களில் நிலைத்திருக்கிறது. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഒരുവരും உங்களுக்கு போதிக்க வேண்டிய அவசியம் இல்லை. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടതില്ലല്ലോ. അവർ ബോധിച്ചപടിയെ നീ നടപ്പായാക. അവൻ ഉപദേശിച്ച പ്രകാരം തന്നെ അതിൽ വസിക്കുക, നടക്കുക. അതിന്റെ അർത്ഥം ഊഴിയர்கள் തേവയില്ലേ എന്ന അർത്ഥമല്ല. അതിൽ ശുശ്രൂഷകർ വേണ്ട എന്നല്ല അർത്ഥം വരുന്നത്. ചിലർ அந்த വചനത്തെ എടുത്തു വയ്ത്ത്, ചിലർ ഈ വചനം എടുത്തിട്ട്, ആണ്ടവർ சொன்னாரே, കർത്താവ് പറഞ്ഞല്ലോ, ഒരുവരും ബോധിക്ക വേണ്ടിയ ആവശ്യമില്ല, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടതില്ലെന്നാണല്ലോ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇത് എന്നെ ബോധന, ഇതെന്തോ ഒരു ഉപദേശമാണ്. നീ നടക്ക വേണ്ടിയ വഴിയിൽ നടക്കുമ്പടിയാക ഞാൻ ഉനക്ക് ഉപദേശം തരുവേ. നീ ദിനതോറും നടക്കേണ്ട വഴിയിൽ നടക്കേണ്ടതിന് ഞാൻ നിന്നെ ഉപദേശിക്കും. നീ ബോധിച്ച വഴിയിൽ നടക്കലാകാ. നിനക്ക് ബോധിച്ച വഴിയിൽ നടക്കാൻ പാടില്ല. പിള്ളയാനവൻ നടക്ക വേണ്ടിയ വഴിയിൽ അവനെ നടത്തെ മുതിർ വയതിലും വിടാതിരുപ്പാൻ. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറുകയില്ല. നീയും നടക്ക വേണ്ടിയ വഴിയിൽ നടക്കുമ്പടിക്ക് ഞാൻ ഉനക്ക് ഉപദേശിപ്പേൻ. നീ
നീ നടക്കേണ്ടുന്ന വഴിയിൽ നടക്കേണ്ടതിന് ഞാൻ നിന്നെ ഉപദേശിക്കും. നാളാന്തര ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, കുടുംബ വാഴ്ക്കയിൽ, കുടുംബ ജീവിതത്തിൽ, അലുവലക വാഴ്ക്കയിൽ, ഓഫീസ് ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൽ, ഇതിലെല്ലാം നാങ്ക തല പോട്ട് உங்களுக்கு ഒന്ന് சொல்ல முடியாது. ഇതിലൊക്കെ വന്ന് ഓരോ ദിവസവും തലയിട്ട ബുദ്ധി പറയാൻ പറ്റില്ല. പാസ്റ്റർ എന്നോട് ബോസ് എന്നെ തിട്ടുறாங்க, ഞാൻ என்ன செய்யணும்? പാസ്റ്ററെ, മേധാവി വഴക്ക് പറയുന്നു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു വാങ്ങി പോക്കറ്റിൽ പോട്ടുകൊള്ളുക, മേടിച്ച് കീശയിലിടാൻ ഞാൻ പറയും. அந்த இடத்தில் ஆண்டவரே உனக்கு போதிக்கணும். അവിടെ നിന്നെ ഉപദേശിക്കേണ്ടത് കർത്താവാണ്. ஆண்டவர் போதிப்பார், കർത്താവ് ഉപദേശിക്കും. നമുക്ക് ഒരു ജോയിന്റ് ഡയറക്ടർ ഗണേശൻ ചൊല്ലിയൊരു അയ്യ ഇരുന്ന, ഗണേശൻ എന്നുള്ളതായ ഒരു ജോയിന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അനേകം പഴയ വിശ്വാസികൾക്ക് തെരിയും, പഴയ വിശ്വാസികൾക്കും പലർക്കും ഇവിടെ അറിയാം. അവർ ജോയിന്റ് ഡയറക്ടർ, സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് ഡയറക്ടർ, സർവേ ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. അവർ 1 മണിയിലിരുന്ന് 2 മണി വരയ്ക്കും നല്ല ജപിപ്പാർ. ഓഫീസിലായിരിക്കുമ്പോൾ 1 മണി മുതൽ 2 മണി വരെ നന്നായി പ്രാർത്ഥിക്കും. ഒരു പെരിയ റൂമുണ്ട്, തനിക്കൊരു വലിയ മുറിയുണ്ട്. ഞാനും പോയി പാത്തിരിക്കും, ഞാനും ചെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ കട്ടിലുണ്ട്, അവിടെ ഒരു കട്ടിലുണ്ട്. പടുക്കലാം, വേണമെങ്കിൽ കിടക്കാം. അവർക്ക് പടുത്ത് തൂങ്ങുறதுக்கு தான் കട്ടിൽ போட்டு വെച്ച് കിടന്നുറങ്ങാനാണ് ആ കട്ടിൽ. അവരെ அப்படியே കീഴെ ഉட்கார்ந்து നെടുമുഴങ്കാലിൽ നിന്ന് ജപിപ്പാർ. താൻ എവിടെ താഴെ നെടുമുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കും. 2 മണിക്ക് പിറകുதான் ഫയൽ എല്ലാം പാപ്പാർ. 2 മണിക്ക് ശേഷം ഫയൽ നോക്കും. അവർ വരുവാർ, താൻ വരും. அந்த ഓഫീസർ വന്ന് അങ്ങേ ഉட்காருவார். ആ ഓഫീസർ വന്ന് അവിടെ ഇരിക്കും. அந்த ഫയൽ തുറപ്പാർ. ഫയൽ തുറക്കും. ഇവർ இந்த கையால இப்படியே താൻ ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് അത് പരതി നോക്കും. இப்படியே വരയ്പ്പാർ. താൻ ഇങ്ങനെ ഓടിച്ചോടിച്ചിങ്ങനെ വരയും. എങ്ക തപ്പ് വരുതോ അങ്ങ് ഇത് വിരൽ ആടും. എവിടെ തെറ്റുണ്ടോ അവിടെ വിരൽ ചലിക്കും. വിരൽ ആടിനോടെ നിപ്പാട്ടുവാർ. വിരൽ ചലിക്കുമ്പോൾ നിർത്തും. വാസിപ്പാർ. അപ്പോഴേ താനത് വായിക്കും. വാസിക്കുമ്പോ തപ്പുതാ, വായിക്കുമ്പോൾ അവിടെ തെറ്റ് കാണാം. കോപിക്ക മാട്ടേ, ദേഷ്യപ്പെടാറില്ല. സാർ இந்த தப்புக்கும் நான் சைன் போடணுமோ? സാർ, நீங்க சொன்னா போடுறேன். ഈ തെറ്റിനും ഞാൻ ഒപ്പിട്ട് തരണോ? താങ്കൾ പറഞ്ഞാൽ ചെയ്യാം. അപ്പൊ ഓഫീസേഴ്സ് എല്ലാം ഇവരുടെ വിരലത പാത്തിട്ടേ ഇരിക്കും. ഓഫീസർമാരുടെ നോട്ടമെല്ലാം തന്റെ വിരൽത്തുമ്പിലായിരിക്കും. വിരൽ ആടുതാ ഇല്ലയോ, വിരൽ ചലിക്കുന്നുണ്ടോ ഇല്ലയോ? ആടിപ്പോച്ചോ അവന്റെ വയറ് കലക്കും, ചലിച്ചാൽ അവന്റെ വയറ്റിൽ തീ കത്തും. ആവിയാനവരുടെ നടത്തിപ്പ് പാരുങ്ക, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നോക്കുക. അപ്പൊ നാളാന്തര ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, അലുവലകത്തിൽ இந்த ഫയൽ പാക്കുற വിഷയത്തിൽ, ഓഫീസിൽ ഫയൽ നോക്കുമ്പോൾ ഊഴിയക്കാരായ ഞങ്ങൾ ഒന്നും ചെയ്യ മുടിയാതെ, ശുശ്രൂഷകരായി ഞങ്ങൾ വന്ന് തലയിടാൻ പറ്റില്ലല്ലോ. പരിശുദ്ധാവിയാനവരെ ഉനക്ക് പോദിക്കും. അതിന് പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിക്കും. അവരുടെ വിരല് പരിശുദ്ധാവിയാനവർ ഇപ്പടി ആട്ടുവാർ. പരിശുദ്ധാത്മാവ് തന്റെ വിരൽ ചലിപ്പിക്കുമായിരുന്നു. ഞാൻ ഇപ്പടി ആട്ടുற மாதிரியല്ല, നല്ല ആട് ഞാൻ പാത്തിരിக்கிறேன். ഞാൻ ഇങ്ങനെ ചലിപ്പിക്കുന്നത് പോലെയല്ല, നല്ല വേഗത്തിലാണ്. ഞാനത് കണ്ടിട്ടുമുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതാ നടത്തിപ്പ്. ഇതാണ് ഒരു നടത്തിപ്പ്. നടത്തിപ്പ് നീங்க ചുമ്മാ ആട്ടാതീങ്ക. നടത്തിപ്പെന്നും പറഞ്ഞ് നിങ്ങളങ്ങ് ചലിപ്പിക്കണ്ട. പാസ്റ്റർ പോൾക്ക് നടത്തിപ്പ് വന്ന വലത് കൈ ഇപ്പടി ആടും. പാസ്റ്റർ പോളിൽ നടത്തി വരുമ്പോൾ വലത് കൈ ഇങ്ങനെ ശക്തമായി ചലിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇപ്പടി ആടിനാൽ നടത്തിപ്പ്. അങ്ങനെ ചലിക്കുമ്പോൾ പറയാം. പാസ്റ്റർ സീജോണക്ക് നടത്തിപ്പ് വന്ന ഇടത് കൈയിലെ இந்த വിരൽ ആടും. പാസ്റ്റർ സി ജോണി നടത്തിപ്പ് വരുമ്പോൾ ഇടത് കൈയിലെ ഈ ചെറുവിരൽ ചലിക്കും. ദേവനക്ക് ഇതെല്ലാം പരിശുദ്ധാവിയുടെ ഒരു വിശേഷ കൃപ. ഇതാ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക കൃപയാണ്. അതിനാൽ ഞാൻ ചുമ്മാ ആട്ടിട്ടേ ഇരുന്ന നടത്തിപ്പ് വന്ന് നടത്തുമാ? ഞാൻ വെറുതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ നടത്തിപ്പുണ്ടോ? ഇതുപോലെ നാളാന്തര ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉനക്ക് പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, കഷ്ടങ്ങൾ, തൊല്ലകൾ, തുன்பങ്ങൾ, തുയരങ്ങൾ വരും. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ വരാം. ഉന്നയുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരും. ബിസിനസ്സിൽ പ്രതിസന്ധികൾ വരാം. ഉന്നയുടെ അലുവലകത്തിൽ പ്രശ്നങ്ങൾ വരും. ഓഫീസിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. ഉന്നയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വരും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. സഭയിലും പ്രശ്നങ്ങൾ വരും. സഭയിലും പ്രശ്നങ്ങൾ വന്നേക്കാം. அந்த പ്രശ്നങ്ങൾക്ക് അവയ്ക്ക് പരിശുദ്ധാവിയാനവർ ഡയറക്റ്റാ ഉന്നോട് പേശ, പരിശുദ്ധാത്മാവ് നേരിട്ട് നിന്നോട് സംസാരിക്കും. അവർ ബോധിത്തപടിയെ നീ ചെയ്യുവായാ, താൻ ഉപദേശിച്ചതുപോലെ നീ ചെയ്യുക. അതേ വേളയിൽ, അതേ സമയം ക്രിസ്തുവുക്കുൾ നീ വളര വേണ്ടുമാനാൽ, ക്രിസ്തുവിൽ നീ വളരുവാൻ അന്ത ബോധിത്ത പ്രകാരം ജീവിത്താൽ പോതാ. ആ ഉപദേശപ്രകാരം ജീവിച്ചാൽ പോരാ. അതിനോട് അനുദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ താറ്റുപടിയാകെയുള്ള പോതനെ, ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഉപദേശം മാത്രമാണത്. എന്നാൽ இந்த இடத்தில் തലയാകിയ ക്രിസ്തുവുക്കുൾ എല്ലാവറ്റിലെയും നീ വളര വേണ്ട. എന്നാൽ ഇവിടെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നീ വളരണമെങ്കിലോ, വളരുംപടിയാകെ അപ്പടി ചെയ്ത, വളരേണ്ടതിന് അവൻ അങ്ങനെ ചെയ്തു. 5 വിധமான ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തി, 5 വിധ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇവരോട് ഐക്യപ്പെട്ടാൽ മറ്റുംതാൻ നീ ആവിക്കുറിയ ജീവിതത്തിൽ എല്ലാവറ്റിലെയും വളര മുടിയും. ഇവരോട് ഐക്യപ്പെട്ടെങ്കിലേ ആത്മീക ജീവിതത്തിൽ സകലത്തിലും വളരുവാൻ കഴിയും.
விசுவாசத்தில் வளர்ந்து விசுவாசத்தில் பூர்ணப்பட வேண்டும். വിശ്വാസത്തിൽ വളർന്ന വിശ്വാസത്തിൽ அன்பிலே തികയുക. வளர்ந்து அன்பில் பூர்ணப்பட வேண்டும். സ്നേഹത്തിൽ വളർന്ന സ്നേഹത്തിൽ பரிசுத்தத்தில் തികയുക. வளர்ந்து பரிசுத்தத்தில் பூர்ணப்பட வேண்டும். വിശുദ്ധിയിൽ വളർന്ന വിശുദ്ധിയിൽ തികയുക. தேவசித்தமான எல்லாவற்றிலேயும் வளர்ந்து பூர்ணப்பட வேண்டும். ദൈവഹിതമായ സകലത്തിലും വളർന്ന് തികവ് പ്രാപിക്കുക. தலையாகிய கிறிஸ்துவுக்குள் எல்லாவற்றிலேயும் வளரும். ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படி ஒரு வளர்ச்சி நமக்கு தேவை. അങ്ങനെ ഒരു വളർച്ച നമുക്ക് ആവശ്യം. கிறிஸ்தவ ஜீவியம் வளர்ச்சியுள்ள ஜீவியம். ക്രിസ്തീയ ജീവിതം വളരുന്ന ജീവിതം. இது சக்கேயின் மார்க்கம் அல்ல. ഇത് സക്കായിയുടെ മാർഗമല്ല. சக்கேயுக்கு வளர்ச்சி இல்ல. സക്കായിക്ക് വളർച്ചയില്ല. ஆனால் அவன் இருக்கிற காட்டத்தி மரத்து மேல் போய் ஏறினான். അതുകൊണ്ട് കണ്ടതായ കാട്ടത്തിയിൽ കയറി. சுய நீதியினால் நீ இயேசுவை போல மாற முடியாது. സ്വയാനീതിയാൽ നിനക്ക് യേശുവിനെ പോലെ ആകാൻ സാധ്യമല്ല. உன்னுடைய அபிப்பிராயத்தினால் இயேசுவை போல மாற നിന്റെ முடியாது. അഭിപ്രായം കൊണ്ട് യേശുവിനെ പോലെ ആകാൻ സാധ്യമല്ല. பலவிதமான உலக ஞானத்தினால் இயேசுவை போல மாற முடியாது. പലവിധ ലോകജ്ഞാനം കൊണ്ട് യേശുവിനെ പോലെ ആകാൻ സാധ്യമല്ല. பலவிதமான புஸ்தகங்களை படித்து நீ இயேசுவை போல மாற പല முடியாது. പുസ്തകങ്ങൾ വായിച്ചിട്ട് യേശുവിനെ പോലെ ആകാൻ പറ്റില്ല. அதெல்லாம் வெறும் காட்டத்தி மரம். അതെല്ലാം വെറും കാട്ടത്തി മാത്രം. இயேசு அங்கே நின்று மரத்தை விட்டு கீழே வா. യേശു അവനോട് പറഞ്ഞു മരം വിട്ട ഇറങ്ങി വരിക. இவ்விதமான அறிவுகளை விட்டு நீ கீழே வா. നിന്റെ അറിവുകളൊക്കെ വിട്ട ഇറങ്ങി വരിക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பரிசுத்தவான்களால் எழுதப்பட்ட ஸ்தாபிக்கப்பட்ட நிரூபிக்கப்பட்ட உபதேசத்தை நாம் நன்றாக வாசித்து அதன்படி ஜீவிக்க வேண்டும். വിശുദ്ധൻ பரிசுத்தவான்களால் ஸ்தாபிக்கப்பட்டதும் நிரூபிக்கப்பட்டதுமான உபதேசங்கள். വിശുദ്ധന്മാർ എഴുതി സ്ഥാപിച്ച് തെളിയിച്ചതായ ഉപദേശങ്ങൾ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഇതിനൊക്കെ 15 വിധமான ഉപദേശ പുസ്തകങ്ങൾ ഉണ്ട് നമുക്ക്. ഇന്ന് നമുക്കുള്ള ഉപദേശ പുസ്തകങ്ങളിൽ 15 ഉപദേശ പുസ്തകങ്ങളുണ്ട്. മൊത്തം 47 പുസ്തകങ്ങളുണ്ട്. മൊത്തം 47. ഇതെല്ലാം വാങ്ങി പഠിയുങ്ങൾ. ഇതൊക്കെ വാങ്ങി വായിക്കുക. 1974 ആണ്ട് 1974 പാസ്റ്റർ സി ജോണും പാസ്റ്റർ എ.സി. തോമസും അവരുടെ ആ റൂമില് പേശിക്കൊണ്ടിരുന്നാർ. പാസ്റ്റർ സി ജോണും പാസ്റ്റർ എ.സി. തോമസ് അവർകളും റൂമിൽ ഒരുമിച്ചിരുന്ന് സംഭാഷിച്ചു. അനേകർക്കും പാസ്റ്റർ എ.സി. തോമസ് എ.സി. അപ്പച്ചനെ സി ജോൺ അയ്യാവേ തെരിയാർ தெரிஞ்சவங்க കരങ്ങളെ ഉയർത്തുക. ഇവരെ രണ്ടുപേരെ അറിയാവുന്നവരെന്ന് കൈ ഉയർത്തി. ഏതോ കൊഞ്ചു പേർ മറ്റുണ്ടാ. ചുരുക്കം ചിലർക്കേ അറിയാവൂ. ഇവരെല്ലാം നമ്മുടെ പിതാക്കൾ. ഇവരൊക്കെ നമ്മുടെ പിതാക്കന്മാരാണ്. ജീവനെ കൊടുത്തവർ, ശുശ്രൂഷയ്ക്കായി ജീവത്യാഗം ചെയ്തവർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇവര് രണ്ടുപേരും 1935 ആണ്ട് നവംബർ 27 പാസ്റ്റർ എ.സി. തോമസ് സിലോണിലെ കർത്തരുടെ ഊഴിയத்துக்காக വേർപിരിത്താർ. 1935 ആണ്ട് നവംബർ മാസം 27 പാസ്റ്റർ എ.സി. തോമസ് അവർകൾ സിലോണിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. ഇത് 74 ആണ്ടിൽ പേസറാണ്. ഇപ്പോൾ 74 ആണ്ടിലെ സംഭാഷണമാണ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കിട്ട 38-39 വർഷമായി. ഏകദേശം 35ഓളം വർഷമായി. ദേവനുക്ക് അവർ രണ്ടുപേരും പേസറാണ്. അവർ രണ്ടുപേരും പാസ്റ്റർ എന്ന് കൂപ്പിട മാട്ടാങ്ക. ബ്രദർ എന്താ കൂപ്പിടും. ഇവർ തമ്മിൽ പാസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്യാറില്ല. ബ്രദർ എന്നാണ് വിളിക്കുന്നത്. എ.സി. തോമസ് അപ്പച്ചൻ എ.സി. അപ്പച്ചൻ പറഞ്ഞു, ബ്രദർ വരുടം നാം ഊഴിയം ചെയ്തു. നമ്മൾ ഇത്ര കാലം വേല ചെയ്തു. വേലയും വളർന്നു വിട്ടു. വേലയും വളർന്നു. ஆனால் അടുത്ത തലമുറ இந்த ഉപദേശങ്ങളെ പേസുവാർകളാ. അടുത്ത തലമുറ ഈ ഉപദേശം പറയുമോ? ഈ സിയോനെ കുറിച്ച് പേസുവാർകളാ. സിയോനെ കുറിച്ച് പറയുമോ? യെരുശലേമെ കുറിച്ച് പേസുവാർകളാ. യെരൂശലേമിനെ കുറിച്ച് പറയുമോ? இந்த பரிசுத்தத்தை குறித்து பேசுவார்கள். ഈ വിശുദ്ധിയെ കുറിച്ച് അവർ പറയുമോ? இந்த வேறுபாடு ஜீவியத்தை குறித்து பேசுவார்கள். ഈ വേർപാട് ജീവിതത്തെ കുറിച്ച് പറയുമോ? இந்த சபையை குறித்து ഈ பேசுவார்கள். സഭയെ കുറിച്ച് അവർ പറയുമോ? அவர்கள் பிரசங்கம் பண்ணுவார்கள். അവർ ഇത് പ്രസംഗിക്കുമോ? அவர்களுக்காக நாம் என்ன செய்திருக்கிறோம்? ഈ വരും തലമുറയ്ക്കായി നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇன்றைக்கும் கூட அந்த சத்தம் என்னோட காதில் முழங்குது. ഇന്നും ആ ശബ്ദം എന്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാലെ നമുക്കിപ്പോ കഷ്ടം താ. നമുക്ക് അല്പം പ്രയാസമാണ്. കഷ്ടത്തിലെ കഷ്ടപ്പെട്ട് ഒരു പ്രസ് വാങ്ങണം. എത്ര ബുദ്ധിമുട്ടിയായാലും ഒരു പ്രസ് വാങ്ങണം. ഈ വെളിപ്പെട്ട സത്യങ്ങളെല്ലാം നാം ബോധിച്ച സത്യങ്ങളെല്ലാം പ്രിന്റ് പണ്ണണം. നമുക്ക് വെളിപ്പെട്ടതായ നാം പഠിപ്പിച്ചതായ സത്യങ്ങൾ അച്ചടിക്കണം. என்ன பிரச்சனை வந்தாலும் பரவாயில்லை. എന്ത് പ്രയാസം വന്നാലും സാരമില്ല. ഒരു ലാൻഡ് വാങ്ങണം. അതിനായി അല്പം സ്ഥലം വാങ്ങണം. മെഷീൻ വാങ്ങണം. മെഷീൻ വാങ്ങണം. നമുക്ക് സൗത്ത് ഇന്ത്യാവിലെ
இந்த பிரிண்டிங் மிஷின் ஏஜென்ட் ஒருவர் இருந்தார். அவருடைய பேர் தான் ஜார்ஜ் மத்தாய். പ്രിന്റിംഗ് മെഷീന്റെ സൗത്ത് ഇന്ത്യയിൽ ഒരു ഏജന്റ് ഉണ്ടായിരുന്നു, ജോർജ് മത്തായി. അവർ പരിശുദ്ധവാങ്ങൾക്ക് ഏറ്റ ഒരു പരിശുദ്ധവാൻ. വിശുദ്ധന്മാർക്ക് വളരെ ആശ്വാസം നൽകി അവരെ കൂപ്പിട്ട ഉടനെ തന്നെ വിളിച്ചു, ബ്രദർ ഞങ്ങൾക്ക് ഒരു പ്രസ് വേണം. ബ്രദർ ഞങ്ങൾക്ക് ഒരു അച്ചടി മെഷീൻ വേണം. ഒരു പഴയ പ്രസ്, ഒരു പഴയ പ്രസ്. ഒരു ചിന്ന പ്രസ് നമുക്ക് ഇരിക്കുന്നത്, ഒരു ചെറിയ പ്രസ് ഉണ്ടായിരുന്നു, കൊഞ്ചും കൂടെ പെരിയ പ്രസ്, അല്പം കൂടെ വലുത്. അവർ വാങ്ങിക്കൊടുത്ത, അത് വാങ്ങിക്കൊടുത്തു. നമ്മൾ പണം കൊടുത്തോ അവർ വാങ്ങി, പണം കൊടുത്തു താൻ വാങ്ങി തന്നു. പഴയ മെഷീൻ, പഴയ ഒരു മെഷീൻ. അതെല്ലാം കഴട്ടി പോട്ട് അതെല്ലാം അഴിച്ച് ഞങ്ങളെല്ലാം മണ്ണെണ്ണയിൽ കഴുകി ഏസിയപ്പച്ചനും വന്ന് ഉட்கார்ந்து അത് തുടച്ചിട്ടേ ഇരുപ്പാർ. ഏസിയപ്പച്ചൻ വന്ന് അത് തുടച്ച് വൃത്തിയാക്കും. എല്ലാം നീ യോசிச்சு பாருங்க. അതൊക്കെ ചീഫ് പാസ്റ്റർ വന്ന് ഞങ്ങൾ കഴുകി പോട്ടത് അവർ വെച്ചപ്പോ ഞങ്ങൾ കഴുകുന്നത് ചീഫ് പാസ്റ്റർ ഇരുന്ന് തുടയ്ക്കും. അതൊരു ആണി കുത്തി എടുത്ത് കുത്തി 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 പാപ്പാർ ഒരു ആണി എടുത്ത് ഇങ്ങനെ അത് തോണ്ടി നോക്കും. ദൈവത്തിന് മഹത്വം. എപ്പടി മെഷീൻ ഓട്ടിയാച്ച്, എങ്ങനെയോ അത് പ്രവർത്തിപ്പിച്ചു. 4 പുസ്തകം പ്രിന്റ് ചെയ്തു, 4 പുസ്തകങ്ങൾ അച്ചടിച്ചു. പക്ഷേ എസി തോമസ് ബുക്ക് ഓഫ് റെവലേഷൻ, ഏസിയപ്പച്ചൻ ബുക്ക് ഓഫ് റെവലേഷൻ ആംഗലത്തിൽ പ്രിന്റ് പണി, അത് ഇംഗ്ലീഷിൽ. അടുത്ത പിന്മാരി മഴ എന്റെ പുസ്തകവും ആംഗലത്തിൽ ലാറ്റർ റെയിൻ എന്നുള്ളതായ ഒരു പുസ്തകം. അതുക്കപ്പുറം സി ജോൺ, അടുത്തതായി സി ജോണപ്പച്ചൻ, അവരും 2 പുസ്തകം, താനും 2 പുസ്തകം. ഒന്ന് മനുഷ്യന് നിത്യ വാഴ്ക്കை, മനുഷ്യന്റെ നിത്യാജീവിതം. രണ്ടാമത് ആശ്ചര്യപ്പ് കൂടാരം, അടുത്തത് സമാഗമന കൂടാരം. അപ്പുറം ചിന്ന ചിന്ന പുസ്തകങ്ങൾ, താൻ എഴുതിയത് ചെറു പുസ്തകങ്ങളാണ്. പുതിയ ഏർപ്പാട്ട് സഭയിൻ നടത്തിപ്പ്, പുതിയ നിയമസഭയുടെ നടത്തിപ്പ്. ഇവர்கள் ദേവദൂതர்கள் താനാ, ഇവർ ദൈവദൂതന്മാർ. മുതലാം ഉയർത്തെഴുതൽ, ഒന്നാം പുനരുത്ഥാനം, മഹിമയിൻ സഭ, തേജസ്സുള്ള സഭ. இப்படி ചില ബുക്ക്ലെറ്റും കൂടെ പ്രിന്റ് பண்ணி, ചില ലഘുപുസ്തകങ്ങളും അച്ചടിച്ചു. அதுக்கு பிறகு പിന്നീട് 76 ആണ്ട് ജൂൺ മാസം 21 തീയതി പാസ്റ്റർ ഏസിയപ്പച്ചൻ തിരുവല്ലാവിലെ കർത്തർക്കുൾ നിദ്രയാണ്. 76 ജൂൺ 21 ഏസിയപ്പച്ചൻ തിരുവല്ലായിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. 77 ആണ്ട് ഒരു 6 മാസத்துக்கு பிறகு 77 ജനുവരി മാസം 13 തീയതി അയ്യാവറുകളും കർത്തർക്കുൾ നിദ്രയാണ്. 6 മാസം കഴിഞ്ഞ് 77 ജനുവരി മാസം 13 തീയതി ശ്രീജോണപ്പച്ചനും കർത്താവിൽ നിന്ന് പ്രാപിച്ചു. രണ്ടുപേരും പോയിട്ടാണ്, രണ്ടുപേരും കടന്നുപോയി. ആന അവർ പ്രസ് വാങ്ങിയ, എന്നാൽ പ്രസ് വാങ്ങി, പുസ്തകം പ്രിന്റ് പണിയ, പുസ്തകം അച്ചടിച്ചു, ലാൻഡ് വാങ്ങിയ, വസ്തു വാങ്ങി. അതാ പിന്നാലെ ഇരിക്കുന്ന 4 ഗ്രൗണ്ട്, അത് അവരുള്ള 4 ഗ്രൗണ്ട്. അപ്പുറം പാസ്റ്റർ എസ്.പി. ഏണസ്റ്റ് വந்தார். പിന്നീട് പാസ്റ്റർ എസ്.പി. ഏണസ്റ്റ്, ഇതെല്ലാം അവർക്ക് തെരിയും, ഇതെല്ലാം താൻ അറിഞ്ഞു. അവരുടെ വാഞ്ചയെ നിറവേറ്റുമെന്ന് ചൊല്ലി, അവരുടെ ആഗ്രഹം നിറവേറ്റുവാൻ அந்த 4 ഗ്രൗണ്ടിൽ ഒരു ഷെഡ് പോട്ട, ആ 4 സെന്റിൽ ഒരു ഷെഡ് വെച്ചു. വേറെ പെരിയ മെഷീൻ വാങ്ങി, ഒരു വലിയ മെഷീൻ വാങ്ങി. ഉപദേശ പുസ്തകങ്ങളെല്ലാം പ്രിന്റ് പണി, ഉപദേശ പുസ്തകങ്ങൾ അച്ചടിച്ചു. മറ്റു പരിശുദ്ധ വാങ്ങി ചില പുസ്തകങ്ങൾ എഴുതിനാർ. തുടർന്ന് വന്ന വിശുദ്ധന്മാരും ചില പുസ്തകങ്ങൾ എഴുതി. പാസ്റ്റർ ടി തോമസ് വന്ന, പിന്നീട് ടി തോമസ് അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുമ്പലിയൂർക്ക് മാറ്റി, താൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുമ്പലിയൂരിലേക്ക് മാറ്റി. 3 മാടി ബിൽഡിംഗ് കെട്ടി, 3 നില കെട്ടിടം പണിതു. അവരും പുതിയ പുതിയ മെഷീനെ ഇറക്കണം, താനും പുതിയ മെഷീൻ ഇറക്കി. 47 പുസ്തകങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് 47 പുസ്തകമുണ്ട്. അതിൽ 15 പുസ്തകം ഉപദേശ പുസ്തകം, 15 ഉപദേശ പുസ്തകം. നിങ്ങൾ വാങ്ങി വാസിയുങ്ങൾ, വാങ്ങി വായിക്കുക. അത് നിങ്ങൾ സെയിൽസ് കൊണ്ടുവന്നിരും. ഇവിടെ അത് വിൽപ്പനയ്ക്കുണ്ട്. 300 രൂപ 400 രൂപ 500 രൂപ വിലയില്ല, 10 രൂപ 5 രൂപ വില. ഓരോന്നിനും 300 400 500 രൂപയൊന്നുമില്ല, വളരെ തുച്ഛമായ വിലയാണ്. ഒരു വട വാങ്ങുന്ന കാശ്, ഒരു ഉഴുന്ന വടയുടെ വിലയേ ഉള്ളൂ. വാങ്ങക്കൂടാതെ വാങ്ങിച്ചുകൂടായോ? കൂട്ടം മുടിച്ച ഉടനെ എല്ലാവരും എന്റെ പുസ്തകം വാങ്ങണം. മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ പോയി ആ പുസ്തകങ്ങളെല്ലാം മറ്റും പോതാ, വാങ്ങിയാൽ മാത്രം പോരാ. അതുകൊണ്ട് 10 പേജ് നിങ്ങൾ പഠിക്കണം. അതിന്റെ 10 പേജ് ഉടനെ വായിക്കണം. അതിന്റെ സമ്മറി നോട്ട് എടുക്കണം, അതിന്റെ സംഗ്രഹം എടുക്കണം. മറ്റുള്ള പെന്തക്കോസ്തുകാർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം, മറ്റുള്ള പെന്തക്കോസ്തുകാർക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം, പാസ്റ്റേഴ്സ് ചൊല്ലിക്കൊടുക്കണം, മറ്റുള്ള പാസ്റ്റർമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം തവറ് 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 എന്ന് എഴുതുകാറുകൾ, ഇതൊക്കെ തെറ്റെന്ന് അവർ എഴുതാൻ ശ്രമിക്കുന്നു. പാസ്റ്റർ ആൽവിൻ അവർ മൂലമാ இந்த ഉപദേശം വെളിപ്പെട്ടത്, തന്നിലൂടെയാണ് ഈ ഉപദേശങ്ങൾ വെളിപ്പെട്ടത്. അവർ 24 മണിനേരം മുഴങ്കാലിൽ നിന്ന മനുഷ്യൻ, താൻ 24 മണിക്കൂർ മുഴങ്കാലിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. വലിയ ഐശ്വര്യമുള്ള വീട്ടിലെ പിറന്ന ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സൗത്ത് ശ്രീലങ്കാവിലെ ജാല എன்ற ഒരു ഇടമുണ്ട്. ദക്ഷിണ ശ്രീലങ്ക ജാല എന്നൊരു സ്ഥലമുണ്ട്. അന്ത പകുതിയിൽ നമ്മുടെ ഊഴിയങ്ങൾ തുവങ്കവില്ല, അന്ന് അവിടെ നമ്മുടെ വേല അവിടെ ആരംഭിച്ചിട്ടില്ല. ദേവൻ അവരെ രക്ഷിത്ത, കർത്താവ് തന്നെ രക്ഷിച്ചു. അവർ പ്രഭു കുടുംബത്തിൽ പിറന്ന, താനൊരു പ്രഭു കുടുംബത്തിൽപ്പെട്ടയാളാണ്. അവർക്ക്
എബ്രായ മൊഴി, ലാറ്റിൻ മൊഴി എല്ലാം തെരിയും. തനിക്ക് ഹീബ്രു ലാറ്റിൻ ഭാഷകൾ അറിയാം. ഒറിജിനൽ പുസ്തകത്തിലിരുന്ന് അതിന്റെ മൂലഭാഷയിൽ നിന്ന് സത്യങ്ങളെല്ലാം എടുത്ത് ഈ സത്യങ്ങൾ എടുത്തു നല്ല ഡിബേറ്റ് ചെയ്ത് സംവാദങ്ങൾ നടത്തി. അതെല്ലാം சொல்ல നേരമില്ല, എല്ലാം പറയാൻ നേരമില്ല. ഡിബേറ്റ് ചെയ്ത് ഇങ്ങനെ സംവാദങ്ങൾ നടത്തി സത്യത്തെ സ്ഥാപിച്ച. സത്യം സ്ഥാപിച്ചു. ചുമ്മാ ഒരു പ്രസംഗമല്ല, 2 പ്രസംഗത്തിലൊന്നും സ്ഥാപിക്കവില്ല. 1-2 പ്രസംഗത്തിൽ സ്ഥാപിച്ചതല്ല, ഡിബേറ്റ് ചെയ്ത് സ്ഥാപിച്ച. സംവാദങ്ങൾ നടത്തിയിട്ട ഡിബേറ്റ്, ലെറ്റർ ഡിബേറ്റ്, ആ എഴുത്തിൽ കൂടെയുള്ള സംവാദം. എല്ലാ സഭയാരും ഒത്തുകൊണ്ടാങ്ക, എല്ലാവരും അത് അംഗീകരിച്ചു. അതുക്കപ്പുറം നാം പ്രസംഗം பண்ண തുടങ്ങി. അതിനുശേഷമാണ് താനിത് പ്രസംഗിച്ചത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരുടെ ഒരു പുസ്തകത്തിലെ இந்த கிறிஸ்துவுக்கள் என்ற ഒരു പകുതി ഉണ്ട്. തന്റെ പുസ്തകത്തിൽ ക്രിസ്തുവിൽ എന്നൊരു ഭാഗമുണ്ട്. അവർ കട്ടമെല്ലാം വരച്ച് താൻ ഇങ്ങനെ ഗോളം വരച്ച ഇൻ ഓൺ അപ്പോൺ എന്നൊക്കെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇൻ ഓൺ അപ്പോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിലിരുന്നതാ ഞാൻ சொல்லுகிறேன். അതിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നോട് അഭിപ്രായമല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഉപദേശം നമുക്ക് തേവ. നമുക്ക് ആ ഉപദേശം വേണം. അപ്പോ ക്രിസ്തുവുക്കുൾ അഭിഷേകത്തിനാൽ ക്രിസ്തുവുക്കുൾ വന്നോ, അഭിഷേകത്താൽ ക്രിസ്തുവിലായി. ഇനിയും ക്രിസ്തുവുക്കുൾ വളരണം. ഇനി ക്രിസ്തുവിൽ വളരണം. അതിற்காக 5 വിധமான ഉദ്യോഗസ്ഥരെ ദേവൻ ഏർപ്പെടുത്തി. അതിനാ ദൈവം തന്നെ 5 വിധ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അപ്പോസ്തലരെ ഏർപ്പെടുത്തില്ല, അപ്പോസ്തലന്മാരെ നിയമിച്ചു. ഇവരുടെ തകുതി എന്ന്, ഇവരുടെ യോഗ്യത എന്താ? വേദത്തെ എടുത്തതിനാൽ അവൻ ഒരു പ്രസംഗം പണിയതിനാൽ അപ്പോസ്തലൻ சொல்ல முடியாது. ബൈബിൾ എടുത്തുകൊണ്ട് നടന്ന് പ്രസംഗിച്ചാൽ അപ്പോസ്തലൻ എന്ന പേര് ലഭിക്കുമോ? ഒന്നാമത് എബ്രായർ 5-ാം അധികാരം 4-ാം വചനത്തിൻപടി ആരോനെ പോലെ അழைக்கப்படாவிட்டால் സ്വയமாக താനാക இந்த கனமான ஊழியத்தை செய்ய முடியாது. 4 പ്രകാരം അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വതവേ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. നല്ല ദൈവിക അழைപ്പ് തേവ. ആകയാൽ ദൈവത്തിൽ നിന്നുള്ള വിളി വേണം. ദേവൻ എന്നെയും അழைത്താർ, ദൈവം എന്നെയും വിളിച്ചു. 1972 ഡിസംബർ മാസം 30-ാം തീയതി ശനിക്കിഴமை പിற்பകൽ 3 മണിക്ക് ഒരു വിപത്തുക്കുള്ളെ ആകി ദേവൻ എന്നെയും ഘനமான ஊழியத்துக்கு അழைത്താർ. 1972 ഡിസംബർ മാസം 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് കർത്താവ് ഈ ശുശ്രൂഷയ്ക്കായി എന്നെയും വിളിച്ചു. ദേവൻ ഡയറക്റ്റാக பேசினார். കർത്താവ് നേരിട്ട് സംസാരിച്ചു. ആരോനെ പോലെ അழைக்கப்படாமல் താനാക സ്വയமாக இந்த கனமான ஊழியத்தை ഒരുവനാലും செய்ய முடியாது. അവരനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ ഏറ്റെടുക്കുന്നില്ല. രണ്ടാമത് ലൂക്ക 24-ാം അധികാരം 50-ാം വചനത്തിൻപടി, ലൂക്കോസ് 24-ന്റെ 50 പ്രകാരം 49-ലിരുന്ന് വാസിക്കുമ്പോൾ പരിശുദ്ധാവിൻ അഭിഷേകം അന്യ ഭാഷ അടയാളത്തുடன் പെറ്റുകൊള്ള വേണ്ടി. 49 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാം, പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷയോടുകൂടെ പ്രാപിക്കണം. മൂന്നാമത് 2 കൊരിന്ത്യർ 5-ാം അധികാരം 16-ാം വചനത്തിൻപടി, 2 കൊരിന്ത്യർ 5:16 മാംസത്തിൻപടി ഒരുവനെയും അറിയാമൽ ഇരിക്കണം, ജഡപ്രകാരം ആരെയും അറിയരുത്. നാലാമത് 2 കൊരിന്ത്യർ 5-ാം അധികാരം 6-ാം വചനത്തിൻപടി, 2 കൊരിന്ത്യർ 5:6 പ്രകാരം പാർവയിനാലല്ല വിശ്വാസത്തിൽ നാം ജീവിക്ക വേണം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഇത്രയും ഞങ്ങൾ നടക്കുന്നത്. ദർശിച്ച് നടവാമൽ വിശ്വാസത്തിൽ നാം നടക്കണം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കണം. അടുത്ത് ലൂക്ക 14:26-33 വാസിക്കുമ്പോൾ, ലൂക്കോസ് 14:26-33 പ്രതിഷ്ഠ തേവ, ഒരു പ്രതിഷ്ഠ ആവശ്യം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത് 1 തെസ്സലോനിക്കർ 2-ാം അധികാരം 7-ലിരുന്ന് 10 വരെ വാസിക്കുമ്പോൾ പരിശുദ്ധ ജീവിയം തേവ. 1 തെസ്സലോനിക്കർ 2-ന്റെ 7 മുതൽ 10 വരെ വായിച്ചാൽ വിശുദ്ധ ജീവിതം വേണം. ഞാൻ ഉങ്ങളെ തായെ പോലെ പോറ്റി വളർത്തവില്ലയോ, രാമയെ പോലെ ആർദ്രതയുള്ളവരായി പോറ്റി വളർത്തിയില്ലയോ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ നടന്നതൊക്കെ സാക്ഷി நீங்களும் சாட்சி, தேவனும் பரிசுத்தமாக நடப்பதற்கு நீங்களும் சாட்சி, தேவனும் சாட்சி. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായും അനിന്ദ്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും സാക്ഷി, ദൈവവും സാക്ഷി. ഇവിധமான ചില തകുതികൾ അപ്പോസ്തലർക്ക് തേവ. ഇങ്ങനെയുള്ള ചില യോഗ്യതകൾ അപ്പോസ്തലന്മാർക്ക് അത്യാവശ്യമാണ്. അതിനാലാണ് ഇവർ ലൂക്ക 14:26-33 വചനത്തിൻപടി തന്റെ തായ് തകപ്പൻ സഹോദരൻ സഹോദരി മനവി പിള്ളകൾ സ്വന്തം ജീവനെയും പകയ്ത്ത് ജീവിക്கிறார். അതുകൊണ്ടാണ് ലൂക്കോസ് 14:26-33 വാക്യപ്രകാരം തങ്ങൾക്കുള്ള സ്വന്തം ബന്ധങ്ങളെയും സ്വന്തം ജീവനെ പോലും അവർ പകച്ച് ജീവിക്കുന്നത്. 33-ാം വചനത്തിൽ തങ്ങൾക്കുള്ള എല്ലാവറ്റെയും വിട്ട് അവർ ജീവിക്കുന്നു. 33-ാം വാക്യത്തിൽ തങ്ങൾക്കുള്ള എല്ലാം വിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നു. അത് മറ്റുമല്ല,
മാത്രവുമല്ല അവരുടെ പ്രതിഷ്ഠയിൽപ്പെട്ട ഒരു മുഖ്യமான പ്രതിഷ്ഠ. അവരുടെ പ്രതിഷ്ഠയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്ന് മത്തേയു 19:12 വാസിക്കുമ്പോൾ 19:12 അവർ അണ്ണക പ്രതിഷ്ഠയുടെയവർ, അവർ ഷണ്ണന്മാർ എന്ന പ്രതിഷ്ഠയിലുള്ളവർ. അപ്പൊ ഞാനൊരു അണ്ണകനൊന്നുമല്ല, ഞാനൊരു ഷണ്ണനൊന്നുമല്ല, ഇമ്മാനുവേലും അണ്ണകനല്ല, ഇമ്മാനുവേലും ഷണ്ണനല്ല. എഴുത്തിൻപടി വിവാഹം ചെയ്യലാം, അക്ഷരീകമായി വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അടുത്ത തലമുറയെ ഉരുവാക്കലാം, ഒരു തലമുറയെ ഉരുവാക്കാം. ஆனால் എന്നാൽ പരലോക രാജ്യം നിമിത്തം, സ്വർഗ രാജ്യം നിമിത്തം, സിയോൻ യെരുസലേം നിമിത്തം, പുതിയ യെരൂശലേം സിയോൻ നിമിത്തം ഞാൻ എന്നെ അണ്ണകനാക മാറ്റിക്കൊണ്ടു. ഞാൻ എന്നെ ഷണ്ണനാക്കി മാറ്റി. யாரும் ஃபோர்ஸ் பண்ணியல்ல, ആരും நீ നിർബന്ധിച്ചിട്ടില്ല. விவாகம் செய்யக்கூடாது, நீ கல்யாணம் பண்ணக்கூடாது என்று சொல்லவில்லை. നീ കല്യാണം കഴിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. அந்த வசனத்தில் 3 அண்ணகனை குறித்து வாசிக்கிறோம். ആ വചനത്തിൽ 3 വിധ ഷണ്ണന്മാരുണ്ട്. ஒன்று பிறவியில் பிறந்த அண்ணகன், ജന്മനാ ഷണ്ണന്മാരായവർ. இரண்டாவது மனுஷரால் அண்ணகளாக்கப்பட்டவர்கள், മനുഷ്യർ ഷണ്ണന്മാരാക്കിയവർ. മൂന്നാമത് பரலோக ராஜ்ய நிமித்தம் தங்களை அண்ணகளாக்கி கொண்டவர்கள், സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവർ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்போ அப்படிப்பட்டதான ഒരു അണ്ണകത്വത്തിൽ നാം കാണപ്പെട வேண்டும். ആകയാൽ ഇങ്ങനെ ഷണ്ണത്വത്തിൽ സുവിശേഷകർ കാണപ്പെടണം. அதனால தான் விவாக ஜீவியம் இல்லாமல் ஜீவிக்கிறோம். ആകയാൽ വിവാഹം കൂടാതെ ജീവിക്കുന്നു. വിവാഹത്തിന് ഞങ്ങൾ വിലക്കല്ല, വിവാഹത്തെ ഞങ്ങൾ വിലക്കുന്നില്ല. ചെന്നൈയിൽ എനിക്ക് ഡെയിലി കല്യാണം നടത്തി കൊടുക്കണം. ചെന്നൈയിലാണെങ്കിൽ ദിവസേന കല്യാണം നടത്തി കൊടുക്കണം. വാരത്തിൽ 4 നാൾ, ആഴ്ചയിൽ 4 ദിവസം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞാനിരാവിടെ എന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ നടത്തി കൊടുക്കും. ഞാനില്ലെങ്കിൽ അസിസ്റ്റന്റ് പാസ്റ്റർ നടത്തും. കല്യാണത്തിന് ഞങ്ങൾ വിലക്കില്ല. ഞങ്ങൾ വിവാഹ വിരോധികളല്ല. ഇതുവരെയ്ക്ക് 1000 പേർക്ക് ഇന്ന കയ്യാലെ കല്യാണം നടത്തി വെച്ചു. ഇതുവരെ 1000 പേരെങ്കിലും ഈ കൈകൊണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞങ്ങൾ വിവാഹം ചെയ്യുകയില്ല. ഞങ്ങൾ പക്ഷേ വിവാഹം കഴിക്കാറില്ല. കാരണം എന്ന കാരണം അണ്ണക പ്രതിഷ്ഠയിൽ വന്നുവിട്ടു. ഈ ഷണ്ണത്വ പ്രതിഷ്ഠയിൽ ഞങ്ങൾ എത്തി. അണ്ണക പ്രതിഷ്ഠ, ഷണ്ണത്വ പ്രതിഷ്ഠ. അതിനാലത്തെ മാംസിക സംബന്ധമായ എല്ലാവറ്റെയും ഞങ്ങൾ വിട്ട്, ആകയാൽ ജഡപ്രകാരമുള്ള എല്ലാം വിട്ടിട്ട്, அந்த ആശ ഇച്ഛകൾ ഇല്ലാமல், ആ രാഗമോഹങ്ങൾ കൂടാതെ പരിശുദ്ധാവിயின் ഉദവിയിനാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, ദൈവകൃപയാൽ മറുരൂപപ്പെടുത്തുക ഉപദേശത്തിൽ, രൂപാന്തരപ്പെടുത്തുന്ന ഉപദേശത്താൽ இந்த ജീവിതത്തെ ജയിക്കുന്നു. ഞങ്ങൾ ഈ ജീവിതം നയിക്കുന്നു. ഇതൊരു മേന്മயான ജീവിതം, ഇതൊരു ഉന്നത ജീവിതം, ഇത് മേന്മயான ജീവിതം, ഇതൊരു ശ്രേഷ്ഠ ജീവിതം. അപ്പോ இந்த ஊழியர்கள் இப்படிப்பட்ட പ്രതിഷ്ഠയുള്ളവരാக കാണപ്പെട வேண்டும். ആകയാൽ ശുശ്രൂഷകർ ഇങ്ങനെയുള്ള പ്രതിഷ്ഠയിലുള്ളവരാകണം. പരിശുദ്ധ പൗൽ அப்படிப்பட்ட പ്രതിഷ്ഠയിൽ കാണപ്പെട്ടു. വിശുദ്ധ പൗലോസ് അങ്ങനെയുള്ള പ്രതിഷ്ഠയിലായിരുന്നു. പരിശുദ്ധ പൗൽ വിവാഹം ചെയ്യവില്ല. വിശുദ്ധ പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. ചിലർ சொல்றாங்க വിവാഹം ചെയ്താരുണ്ട്. ചിലർ പറയുന്നത് താൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. അവരുടെ മനവി ഓടിപ്പോയിട്ടാങ്ങളാ. ഭാര്യ ഒളിച്ചോടി എന്ന് പറയുന്നവരുണ്ട്. ചിലർ சொல்றாங்க മനവി ഇറന്നു പോയിട്ട്. ചിലർ പറയുന്നു ഭാര്യ മരിച്ചുപോയെന്ന്. ഓടവുമില്ല, ചാകവുമില്ല, ഓടിയതുമില്ല, ചത്തതുമില്ല. അവർ വിവാഹം ചെയ്യവില്ല. താൻ വിവാഹം കഴിച്ചിട്ടേയില്ല. എങ്ക വാസിக்கிறோം? എവിടെ വായിക്കുന്നു? 1 കൊരിന്ത്യർ 1 അധികാരം 1 വചനത്തെ വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1 അധ്യായം 1 വാക്യത്തിൽ പെണ്ണെ ഒരു സ്ത്രീയെ തൊടാമൽ ഇരുപ്പത് നല്ലത്. 7:1 വായിക്കുമ്പോൾ സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത്. ഇനി 8 വചനത്തെ പാരുങ്ങൾ. 8 വാക്യത്തിൽ അതുകൊണ്ട് വാസിയുங்கள். 8 വചനം. விவாகம் இல்லாதவர்களையும் கைவமும் பெண்களை குறித்து நான் சொல்லுகிறது என்னவென்றால் அவர்கள் என்னை போல இருந்து விட்டால், ഗവനിங்க, ശ്രദ്ധിക്കുക. யாரோ பார்த்து சொல்லுகிறார்? ആരോടാണ് പറയുന്നത്? വിവാഹം ഇല്ലാത്തവരെയും കൈപ്പെൺകളെയും കുറിച്ച് പരിശുദ്ധ പൗൽ சொல்லுகிறது என்ன? വിവാഹം കഴിയാത്തവരോടും കന്യകമാരോടും വിശുദ്ധ പൗലോസ് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ പോൽ ഇരുന്ന് വിട്ടാൽ നല്ലമായിരുന്നു. നിങ്ങൾ എന്നെ പോലെ ആയിരുന്നാൽ കൊള്ളാം. അപ്പൊ പരിശുദ്ധ പൗൽ വിവാഹം ചെയ്താര്? അങ്ങനെയെങ്കിൽ വിശുദ്ധ പൗലോസ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? അടുത്ത 27 വചനം. 27 വാക്യം. അടുത്ത 32 വചനം. 32 വാക്യം. അടുത്ത 38 വചനം. അടുത്തത് 38. ഇതെല്ലാം നിങ്ങൾ വീടുകളിൽ പോയി വാസിയുങ്ങൾ. ഇതെല്ലാം വീട്ടിൽ പോയി വായിക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധ പൗൽ വിവാഹം ചെയ്യവില്ല. വിശുദ്ധ പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. ക്ലെമന്റ് വിവാഹം ചെയ്യവില്ല. ക്ലെമന്റ് വിവാഹം കഴിച്ചിട്ടില്ല. തീത്തു വിവാഹം ചെയ്യവില്ല. തീത്തോസ് വിവാഹം കഴിച്ചിട്ടില്ല. പരിശുദ്ധ തിമോത്തിയു വിവാഹം ചെയ്യവില്ല. തിമോത്തിയോസ് വിവാഹം കഴിച്ചിട്ടില്ല. അനേക സ്ത്രീകൾ വിവാഹം ചെയ്യാമൽ പരിശുദ്ധ പൗലോട് ഇരുന്നാர்கள்.
செய்கிறார்கள். അനേക സ്ത്രീകൾ വിവാഹം കഴിയാത്തവരായി വിശുദ്ധ പൗലോസിനോടുകൂടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ரோமர் 16 அதிகாரம் 1 வசனத்தை படியுங்கள். റോമർ 16 1 വാക്യം. ரோமர் 16:1. റോമർ 16 1. ഫെബിയാളെ കുറിച്ച് നാം അങ്ങ് വാസിக்கிறோம். ഫേബയെ കുറിച്ച് വായിക്കുന്നു. നമ്മുടെ സഹോദരിയും കെംഗ്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കെങ്കിരേയ ഊർസഭയ്ക്ക് ஊழியக்காரியாய நம்முடைய சகோதரி ஃபேபையாளை நீங்கள் கர்த்தருக்குள் பரிசுத்தவான்களுக்கு ஏற்றபடி ஏற்றுக்கொண்டு எந்த காரியத்தில் உங்கள் உதவி அவைகளுக்கு தேவையாய் இருக்கிறதோ அதிலே நீங்கள் அவைகளுக்கு உதவி செய்ய வேண்டும் என்று அவளை உங்களிடத்தில் ஒப்புவிக்கிறேன். அவள் அநேகருக்கும் எனக்கும் கூட ஆதரவாயிருந்தாள். അവൾ എനിക്കും സഹായിയായി എങ്ങോട് കൂടെ ஊழியம் செய்கிறாள். ഞങ്ങളോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നു. இப்படி அநேக ஸ்திரீகள் அவர் ஊழியம் செய்தார். ഇങ്ങനെ അനേക സഹോദരിമാർ ശുശ്രൂഷ ചെയ്തു. 1 തിമോത്തിയോ 3 அதிகாரம் 11 வசனத்தை படித்து பாருங்கள். 1 തിമോത്തിയോസ് 3 അധ്യായം 11 വാക്യത്തിൽ அங்கே அநேக ஸ்திரீகள் என்று நாம் வாசிக்கிறோம். അവിടെ അനേക സഹോദരി സ്ത്രീകൾ എന്ന് കാണുന്നു. 1 നൂറ്റാണ്ടിലും വിവാഹമില്ലാமல் സ്ത്രീകളും പുരുഷர்களுமாக കർത്തരുടെ ஊழியம் ചെയ്താர்கள். 1 നൂറ്റാണ്ടിലും സ്ത്രീകളും പുരുഷന്മാരുമായി അവിവാഹിതരായി കർത്തർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതേ വചനത്തിൻപടി തന്നെ നാമും ஊழியம் ചെയ്യുന്നു. ഈ വചനപ്രകാരം തന്നെയാണ് ഞങ്ങൾ വേല ചെയ്യുന്നത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എന്നാൽ അന്നകത്വത്തിൽ ஊழியம் ചെയ്യുന്നു. നാൾ ഷണ്ണതത്തിൽ വേല ചെയ്യുന്നു. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ദേവൻ അപ്പടിപ്പെട്ട കിരുബയെ തരിക. ദൈവം അങ്ങനെയുള്ള കൃപ നൽകുന്നു. അതാണ് 12 വസനത്തിൽ മത്തേയു 19 அதிகாரம் 12 വസനത്തിൽ വാസിക്കും. വരം പെറ്റവൻ തവറ വേറെ ഒരുവനും இந்த വസനത്തെ ഏറ്റുകൊള്ള മാട്ടാൻ. മത്തായി 19:18 വായിക്കുമ്പോൾ മനസ്സിലാക്കാം, വരം പ്രാപിച്ചവനല്ലാതെ ആരും ഈ വചനം കൈക്കൊള്ളുന്നില്ല. ഇതൊക്കെ ഒരു വരം തേവ. ഇതാ കൈക്കൊള്ളാൻ ഒരു വരം ആവശ്യമാണ്. അരുൾ തേവ, ഒരു കൃപ വേണം, ഒരു കൃപ തേവ, ഒരു വരം വേണം. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ സിയോനാക മാറ്റുമ്പോൾ, ദൈവം നമ്മെ സിയോനാക്കി മാറ്റുമ്പോൾ, അഭിഷേകത്തിനാൽ ദേവൻ നമ്മുടെ എണ്ണങ്ങളെ മാറ്റുക. അങ്ങനെയുള്ള അഭിഷേകത്താൽ ദൈവം നമ്മുടെ വിചാരങ്ങൾക്ക് മാറ്റം വരുത്തും. അപ്പോൾ അവർക്ക് മാംസികമായ ഇച്ഛകൾക്ക് ഒന്നിനും ഒരു ഇടമില്ല, ചിന്തനയും ഇല്ല, ജഡമോഹങ്ങൾക്ക് യാതൊരുവിധമായ ഇടമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അല്ലാതെ മുതലിലെ ഞാൻ സൊന്നേ, ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, 3 ഗ്രൂപ്പ് ഉണ്ട്, 3 കൂട്ടമുണ്ട്. ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഒരു വേള തവറാണ് ജീവിതം ചെയ്യലാം, ഒരുപക്ഷെ തെറ്റായി ജീവിച്ചേക്കാം. എന്നാൽ ഇതിലൊരു എ ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ ഇതിലും ഒരു എ ഗ്രൂപ്പ് ഉണ്ട്. ഉണ്മയാക ദേവവസനത്തിൻപടി ജീവിക്കുന്ന പരിശുദ്ധവാൻ, വാസ്തവമായി തിരുവചന പ്രകാരം ജീവിക്കുന്ന വിശുദ്ധന്മാർ, അവർ ദേവനുடைய പരിശുദ്ധവാൻ, അവർ ദൈവത്തിന്റെ വിശുദ്ധന്മാർ. அவர்கள் இந்த பிரதிஷ்டையின்படி അവർ ഈ പ്രതിഷ്ഠാനുസാരം இந்த ஊழியத்தை செய்கிறார்கள், ശുശ്രൂഷ ചെയ്യുന്നു. அந்த ஊழியத்தினால ആ ശുശ്രൂഷയാൽ அப்படிப்பட்டதான பரிசுத்தவான்களோடு ஐக்கியப்பட்டு ஊழியம் செய்யும் போது, നിങ്ങളുടെ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ஐக்கியப்படும் போது, നിങ്ങളും അതിൽ ഐക്യപ്പെടുമ്പോൾ, அவர்கள் மூலமாக கொடுக்கப்படுகிற உபதேசத்தினால் நீங்கள் வளர முடியும். അവരിലൂടെ നൽകപ്പെടുന്ന ഉപദേശത്താൽ നിങ്ങൾക്കും വളരാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനായിട്ട് ദേവൻ നമുക്ക് ഉപദേശവും തന്നിരിക്കുന്നു. ഇതിനായി ദൈവം നമുക്ക് ഉപദേശം തന്നിട്ടുണ്ട്. ആഴമായ സത്യങ്ങൾ തന്നിരിക്കുന്നു. ആഴമായ സത്യങ്ങളും തന്നിട്ടുണ്ട്. 15 പുസ്തകത്തെ പരിശുദ്ധവാൻകൾ ഉപദേശ പുസ്തകமாக പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഉപദേശ പുസ്തകമായി 15 പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട്. നിങ്ങൾ തമിഴ് ഇംഗ്ലീഷ് அந்த പുസ്തകം വാങ്ങുമ്പോൾ, തമിഴിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആ പുസ്തകം വാങ്ങുമ്പോൾ എ ബി സി എന്ന് 3 പിരിച്ചിരിക്കും. എ ബി സി എന്ന് 3 തരംതിരിച്ചിട്ടുണ്ട്. அந்த പുസ്തകത്തിന്റെ കടസിയിൽ നിങ്ങൾ பார்க்கலாம். ആ പുസ്തകത്തിന്റെ ഒടുവിൽ അത് കാണാം. എ என்பது ഉപദേശ പുസ്തകങ്ങൾ, എ എന്ന് പറയുമ്പോൾ ഉപദേശ പുസ്തകങ്ങളാണ്. ബി என்பது ചരിത്ര പുസ്തകങ്ങൾ, ബി എന്ന് പറയുമ്പോൾ ചരിത്ര പുസ്തകങ്ങൾ, സി என்பது നമ്മുടെ സ്വഭാവത്തെ മറുവപ്പെടുത്തുന്നതാണ് ഉപദേശം. സി എന്ന് പറയുമ്പോൾ ക്യാരക്ടർ സ്റ്റഡികൾ, രൂത്തിനുடைய പുസ്തകം, യോസേഫിൻ പുസ്തകം പോലുള്ള പുസ്തകങ്ങൾ, വിനയവും വിശുദ്ധിയും, യോസേഫിന്റെ ചരിത്രം, ദാനിയേലിന്റെ പുസ്തകം. വിധமான ഉപദേശത്തെ നമുക്ക് தேவ. ആകയാൽ ഈ വിധമായ ഉപദേശങ്ങൾ വേണം. இந்த ഉപദേശത്തെ കാലാൽ മെതിത്ത് പോടാതെ, ഇതാ കാലുകൊണ്ട് ചവിട്ടി കളയരുത്. ബി ഗ്രൂപ്പ് என்ன செய்வாங்க? ഈ ബി ഗ്രൂപ്പ് എന്ത് ചെയ്യും? അവൻ കാലാലെ മെതിത്ത് പോടുகிறான், കാലുകൊണ്ട് അത് ചവിട്ടി കളയും. ബി ഗ്രൂപ്പെ പാർത്ത് സി ഗ്രൂപ്പെ പാർത്ത് ആണ്ടവർ சொல்லுகிறார். സി ഗ്രൂപ്പിനോട് കർത്താവ് അതുകൊണ്ട് പറയുന്നത് என்ன சொல்லுகிறார்? എന്താണ് പറയുന്നത്? നീ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്യവും ഉൻ വായിനാൽ ഉടൻപടിക്ക ചെയ്യവും
ഉപദേശിക്കവും ഉനക്ക് എന്ന ന്യായമുണ്ട്. നീ എന്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാ നിനക്ക് എന്ത് കാര്യം? ഇത് ഉലകത്തിലെ ദുന്മാർഗനല്ല, ലോകത്തിലുള്ള ദുഷ്ടനല്ല. ഉലകത്തിലെ ദുന്മാർഗൻ യെശയ്യാ 57:20 ദുന്മാർഗൻ താൻ ഉലകത്തിലെ ദുന്മാർഗൻ. 57:20 ലോകത്തിൽ കാണുന്ന ദുഷ്ടൻ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇത് ആവിക്കുറിയ ദുന്മാർഗൻ, എന്നാൽ ആത്മീക ഗോളത്തിലെ ദുഷ്ടൻ. അതിനാൽ താൻ തുവക്കത്തിലെ ABC എന്റെ 3 ഗ്രൂപ്പ് അഭിഷേകം പറ്റവരിലുണ്ട്. അതുകൊണ്ടാണ് ആരംഭത്തിലേ പറഞ്ഞത് അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ABC എന്ന 3 വിഭാഗങ്ങളുണ്ട്. ബി ഗ്രൂപ്പോ സി ഗ്രൂപ്പോ ഏതോ തവറുകൾ ചെയ്യലാം, ബിയോ എന്തെങ്കിലും തെറ്റ് ചെയ്തേക്കാം, എ ഗ്രൂപ്പും ചെയ്യലാം, എ ഗ്രൂപ്പും ചെയ്തേക്കാം. മനം തിരുമ്പി വരുവാർ, എന്നാൽ അവർ പശ്ചാത്തപിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ ഉപദേശമൊന്നുണ്ട്, ആകയാൽ ഉപദേശം എന്ന ഒന്നുണ്ട്. വേർപാട് ജീവിതമുണ്ട്, വേർപാട് ജീവിതമുണ്ട്. ദൈവിക സുഖമുണ്ട്, ദൈവിക രോഗശാന്തി, പരിശുദ്ധമാക്കപ്പെടുക, സമ്പൂർണ്ണ വിശദീകരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇതെല്ലാം ആഴമായ സത്യങ്ങൾ, ആഴമായ സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ നിങ്ങൾ എങ്കും കേൾക്ക മുടിയാ, മറ്റെവിടെ ഇത് കേൾക്കാനാവില്ല. ആര് പ്രസംഗം പണിനാലും ഇതെല്ലാം പണ്ണ മാട്ടാം, ആര് പ്രസംഗിച്ചാലും ഇതൊന്നും തൊടുകയില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടിയത്, നമുക്ക് വേണ്ടതോ ഉപദേശമാണ്. ഉപദേശത്തിനാല് മറ്റും താൻ നാം മറുരൂപപ്പെട മുടിയും. സത്യോപദേശത്താൽ മാത്രമേ രൂപാന്തരം പ്രാപിക്കാൻ കഴിയൂ. ഞാൻ ഡെയിലി ബൈബിൾ വാസിക്കണം, ഞാൻ ദിവസേന ബൈബിൾ വായിക്കുന്നുണ്ട്. 10 അധികാരം അല്ലെങ്കിൽ വിശ്വാസികൾ 5 അധികാരം വാസിക്കണം. വിശ്വാസികൾ കുറഞ്ഞത് 5 അധ്യായം വായിക്കണം. ഊഴിയറുകൾ 10 അധികാരം വാസിക്കണം. ശുശ്രൂഷകർ 10 അധ്യായമെങ്കിലും വായിക്കണം. ചില വിശ്വാസികളുണ്ട് രാത്രിയിലെ 2 മണിയിൽ ഇരുന്ന് 4 മണി വരയ്ക്കും വേദത്തെ വാസിപ്പാർ. രാത്രി 2 മുതൽ 4 വരെ ബൈബിൾ വായിക്കുന്ന വിശ്വാസികളും ഉണ്ട്. അവർ വർഷത്തിൽ 3 മുறை അല്ലെങ്കിൽ 2 മുறை വേദത്തെ മുടിപ്പാർ. വർഷത്തിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ബൈബിൾ വായിച്ചു തീർക്കും. നമുക്കൊരു ഊഴിക്കാരൻ ഇരുന്നാൽ പാസ്റ്റർ ഭാഗ്യരാജ് എന്നൊരു ശുശ്രൂഷകൻ നമുക്കുണ്ടായിരുന്നു. അവർ വരുടത്തിൽ 2 മുறை ബൈബിൾ മുടിപ്പാർ. താൻ ഒരു വർഷം 2 പ്രാവശ്യം വീതം ബൈബിൾ വായിക്കും. അവരുടെ ബൈബിളെ പാർത്ത് തന്റെ ബൈബിൾ ഞാൻ ഊഴിയத்துக்கு വന്ന പിറക് വേലയ്ക്ക് വന്നതിന് ശേഷം 17 മുறை വാസിத்து മുടിത്തു. 17 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. അതിന്റെ ഡേറ്റ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. വായിച്ച ഡേറ്റ് ഒക്കെ ഉണ്ട്. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ ആൽവിൻ 100ക്ക് മേലെ മുறை വേദത്തെ വാസിച്ചു. പാസ്റ്റർ ആൽവിൻ 100ൽ പരം പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ഊഴിയറുകളെല്ലാം അധികமாக വേദത്തെ വാസിപ്പാർ. നമ്മുടെ പഴയ വേലക്കാരെല്ലാം ബൈബിൾ അധികം വായിക്കും. ഇപ്പോഴുള്ള ഊഴിയറുകളും വാസിക്കാറുണ്ട്. ഇപ്പോഴുള്ളവരും വായിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വേദത്തെ വാസിച്ചതിനാല് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചതുകൊണ്ട് എനിക്ക് മറുരൂപം ഉണ്ടാകാം. ഞാൻ രൂപാന്തരപ്പെടാൻ പോകുന്നില്ല. അത് നിങ്ങൾ വിളങ്ങിക്കൊള്ളുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. വേദത്തെ വാസിക്കണം, ബൈബിൾ വായിക്കണം. അതിനാൽ ഉനക്ക് മറുരൂപം ഉണ്ടാകാതെ, അതിലൂടെ മാത്രം രൂപാന്തരം വരില്ല. അതിനാൽ ഉനക്ക് എന്നെ സംഭവിക്കും? അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഉനക്ക് വിശ്വാസം ബലപ്പെടും, വിശ്വാസത്തിൽ സന്തോഷമുണ്ടാകും, സന്തോഷം വരും, വിവേകമുണ്ടാകും, ജ്ഞാനമുണ്ടാകും, അറിവുണ്ടാകും. നീതിമൊഴികൾ 1-ാം അധികാരം 3-ാം വചനം ഒന്ന് പഠിക്കുക. സദൃശവാക്യം 1:3 വായിക്കുക. നീതിമൊഴികൾ 1:3. സദൃശവാക്യം 1:3. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മ ബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും. ഇനി തമിഴില് വിവേകം, നീതി, ന്യായം, നിദാനം என்பவைகளை பற்றிய ഉപദേശത്തെയും അടയലാം. അടുത്ത് இவைகள் பேதைகளுக்கும் வினாவிகளையும் வாலிபருக்கு அறிவையும் விவேகத்தையும் கொடுக்கும். அறிவையும் விவேகத்தையும் கொடுக்கும். வேதம் வாசிக்கிறதுனால் இப்படிப்பட்ட ചില അറിവും വിവേകം, ജ്ഞാനം, സന്തോഷം, സമാധാനം ഉണ്ടാകും. ഇങ്ങനെ ബൈബിൾ വായിക്കുന്നതിന്റെ പരിജ്ഞാനം, നീതി, ജ്ഞാനം, വിവേകം, സമാധാനം, സന്തോഷം ഉണ്ടാകും. എന്നാൽ ഉപദേശത്തിനാൽ താൻ മറുരൂപം. എന്നാൽ ഉപദേശത്താൽ മാത്രമാണ് രൂപാന്തരം. അത് നിങ്ങൾ വിളങ്ങിക്കൊള്ളുക, അത് മനസ്സിലാക്കുക. ഉപദേശം എന്നതും വചനങ്ങൾ താൻ. ഉപദേശം എന്നതും വചനങ്ങളാണ്. ഞാൻ ഒരു ഉദാഹരണം சொல்லுங்க. ഒരു ഉദാഹരണം പറയാം. ഒരേ ഒരു ഉപദേശം. മനം തിരുമ്പുതൽ, മാനസാന്തരം. ശരി, മനം തിരുമ്പുതലിൽ 1-ാം പടി എന്ന മാനസാന്തരത്തിന്റെ 1-ാം പടി മനം തിരുമ്പുതൽ, മാനസാന്തരം. എപ്പടി മനം തിരുമ്പുതൽ എങ്ങനെ മാനസാന്തരം ഉണ്ടാകും? മുതലാമത് എനിക്കൊരു പാപ ഉണർവുണ്ടാകും. ഒന്നാമതായി എനിക്കൊരു പാപബോധം വരും. പാപ ഉണർവ്, പാപബോധം.
நான் தப்பு செய்துட்டேனே, അയ്യോ ഞാൻ തെറ്റ് ஐயோ, ചെയ്തല്ലോ, நான் இப்படியே பேசிட்டேனே, ഞാൻ ഇങ്ങനെ இது സംസാരിച്ചു പോയി, தப்பாச்சே. ഇത് തെറ്റല്ലേ? ஒரு பாப உணர்வு. ഒരു പാപബോധം. இது എങ്ക വാസിக்கிறோം? ഇതെവിടെ വായിക്കുന്നു? അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 37-ാം വചനം. അപ്പോസ്തലപ്രവൃത്തി 2:37. ശരി, എനിക്ക് പാപ ഉണർവ് വന്നാச்சு. പാപബോധമുണ്ടായി. അടുത്ത ഞാൻ മനം തിരുമ്പ വേണ്ടുമാനാൽ അടുത്ത മാനസാന്തരപ്പെടണമെങ്കിൽ ഞാൻ என்ன செய்யணும்? എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ കയ്യിൽ അഴുക്കാச்சு, കൈ അഴുക്കായി, അച്ചോ അഴുക്കാச்சு, അഴുക്ക് പറ്റിയല്ലോ. ഇനി என்ன செய்யணும்? ഇത് അഴുക്ക് എന്ത് പോക ചെയ്യണം? ഊതിനാ പോതുമാ? ഊതിയാൽ മതിയോ? കൈ കഴുകണം. കഴുകണം. ഇതേപോലെ ഇതുപോലെ എനിക്ക് പാപ ഉണർവുണ്ടാச்சு, പാപബോധമുണ്ടായി. ഇനി ഞാൻ മനം തിരുമ്പ വേണ്ടുമാനാൽ ഇനി മാനസാന്തരപ്പെടണം. പാപ ഉണർവ് മറ്റും പോതാ. പാപബോധം പോരാ. അടുത്ത என்ன ചെയ്യണം? അടുത്തത് മനസ്താപപ്പെട വേണ്ടും. അനുദപിക്കണം. എനിക്കൊരു മനസ്താപം തേவை. ഒരു മനസ്താപം. ഈ മനസ്താപത്തെ കുറിച്ച് എങ്ക വാസിக்கிறோம்? എവിടെയാണ് ഇതിനെ കുറിച്ച് വായിക്കുന്നത്? 38-ൽ വാസിക്ക முடியாது. 38-ൽ അതില്ല. அதுதான் 2 കൊരിന്ത്യർ 7-ാം അധികാരം 10-ാം വചനം. 2 കൊരിന്ത്യർ 7:10. அப்ப பாருங்க, பாப உணர்வு அப்போஸ்தല നടപടിയിൽ 2:37. 2:38-ൽ പാപബോധം. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പിന് അടുത്ത സ്റ്റെപ്പിന് 2 കൊരിന്ത്യർ 7:10 പോണം. 2 കൊരിന്ത്യർ 7:10-ൽ പോണം. அதுதான் தேவனுக்கேற்ற துக்கம் என்று வாசி. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ന് വായിക്കണം. അനുതാപം. അനുതാപം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഇനിയിപ്പോ ഞാൻ മനസ്താപപ്പെട്ടു. ഇപ്പോൾ ഞാൻ അനുദപിച്ചു. മനസ്താപപ്പെട്ട പിറകെ என்ன ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഞാൻ അറിയിക്കണം, ഏറ്റുപറയണം. അത് എങ്ക വാസിക്കണം? അതെവിടെ വായിക്കുന്നു? അതാണ് 11-ാം വചനത്തിൽ ഇല്ല. അത് 11-ാം വാക്യത്തിലില്ല. അതൊക്കെ താൻ നീതിമൊഴികൾ 28:13 വാസിക്കണം. സദൃശവാക്യം 28:13 പാപങ്ങളെ മറയ്ക്കുന്നവൻ വാഴ്വട മാട്ടാൻ അവകളെ അറിക്ക ചെയ്ത് വിട്ടുവിടുகிறവനോ ഇരക്കം പെറുവാൻ. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ മനം തിരുമ്പുതൽ എന്റെ ഉപദേശത്തെ പാരുങ്ങൾ. മാനസാന്തരം എന്ന ഉപദേശം നോക്കുക. അത് ഉപദേശത്തെ പാരുങ്ങൾ. ആ ഉപദേശം നോക്കുക. ഉപദേശം என்பது ദേവവചനം താൻ. ഉപദേശവും ദൈവവചനമാണ്. ആമേൻ. അല്ല, ബൈബിൾ റീഡിംഗ് അല്ല ഉപദേശം. ബൈബിൾ വായനയല്ല ഉപദേശം. ബൈബിൾ റീഡിംഗ് ഉനക്ക് സന്തോഷം, സമാധാനം, വിശ്വാസം, ജ്ഞാനം, അറിവ് ഇതെല്ലാം ഉരുവാകും. പഠിക്കും. ബൈബിൾ വായിക്കുന്നതിനൊക്കെ വിശ്വാസം, സമാധാനം, സന്തോഷം, ജ്ഞാനം, വിവേകം ഉണ്ടാകുവാൻ. എന്നാൽ മറുപെട വേണ്ടുമാണ്, രൂപാന്തരപ്പെടുവാൻ, പൂർണ്ണപ്പെട വേണ്ടുമാണ്, പൂർണ്ണത പ്രാപിക്കാൻ ഉപദേശം തേവ. ഉപദേശം വേണം. മനം തിരുമ്പുതൽ, മാനസാന്തരം. മുതലാമത് പാപ ഉണർവ്, പാപബോധം. 2-ാമത് മനസ്താപം, പശ്ചാത്താപം. 3-ാമത് അറിക്കയിടുന്നത്, ഏറ്റുപറയുക. അടുത്തപടിയാക തിരുപ്പി കൊടുക്കുന്നത്, മടക്കി കൊടുക്കുക, നിരപ്പ് പ്രാപിക്കുക, നീതീകരിക്കുക, പരിശുദ്ധം, ശുദ്ധീകരണം. ഇതെല്ലാം പല പല ഇടങ്ങളിൽ വാസിക്കും. പല സ്ഥലങ്ങളിലായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ചേർത്ത് ഇതാ മനം തിരുമ്പുതൽ ഉപദേശം, മാനസാന്തര ഉപദേശം. ഇതേപോലെ ജ്ഞാനസ്നാനം, ഇതുപോലെ സ്നാനം, ഇതേപോലെ ഒവ്വൊരു ഉപദേശം. ഓരോ ഉപദേശവും ഇങ്ങനെ. ഞാൻ ബൈബിൾ വാസിக்கிறேன் சொல்லி ഉന്നെ ഏമാറ്റാതെ. ബൈബിൾ വായിക്കുന്നെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിക്കരുത്. ബൈബിൾ വാസിക്കണം. ബൈബിൾ വായിച്ചോ. അപ്പോ അത് നാളാന്തര ജീവിതത്തിൽ നീയെ ബുദ്ധിമാനാകെ നടന്നുകൊള്ള മുടിയും. ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിയോടെ നടക്കാൻ അതുകൊണ്ട് യോശുവാവുക്ക് മോശ ചൊല്ലുമ്പോൾ, യോശുവയോട് പറയുമ്പോൾ, ദേവനുടെ ന്യായപ്രമാണത്തെ ഉന്നുടെ വായെ വിട്ട് പിരിയാതിരിപ്പായ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ നിന്നെ വായി വിട്ട് അപ്പോൾ ഉന്നുടെ നടക്കയിൽ നീ ബുദ്ധിമാനായിരിപ്പോൾ നീ കൃതാർത്ഥനായിരിക്കും, ബുദ്ധിമാനായിരിക്കും. അതുകൊണ്ട് ദേവനുടെ വാർത്തകളെ ധ്യാനിക്ക വേണം, വചനങ്ങളെ ധ്യാനിക്കണം. ഉന്നുടെ അലുവലക വാഴ്ക്കയിൽ, നിന്റെ ഓഫീസ് ജീവിതത്തിൽ ഉന്നുടെ കയ്യിൻ പ്രയാസം ആശീർവദിക്കപ്പെട വേണ്ടുമാണ്. നിന്റെ കൈകളുടെ പ്രയത്നഫലം അനുഗ്രഹിക്കപ്പെടുവാൻ നീ ബൈബിൾ വാസിച്ച് ധ്യാനിക്കണം. ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക. അത് തന്നെ 1-ാം സംഗീതം 2-3 വചനങ്ങളെ വാസിക്കുമ്പോൾ, 1-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ, ദേവനുടെ ന്യായപ്രമാണത്തെ ഇരവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ നീർക്കാലുകളിൽ ഓരമാകെ നടപ്പെട്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തൻ കാലത്തിൽ കനി കൊടുത്ത് തക്കകാലത്ത് ഫലം കാണിക്കും വൃക്ഷത്തെ പോലെ ഇരിക്കും, ഇല വാടാതിരിക്കുന്നതുമായ വൃക്ഷം പോലെ അവൻ ചെയ്വതെല്ലാം വായിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. നീ ചെയ്വതെല്ലാം വായിക്ക വേണ്ടുമോ? ചെയ്യുന്നതൊക്കെ സാധിക്കണമോ? ബൈബിൾ വാസിച്ച് ധ്യാനിക്കണം. ബൈബിൾ വായിച്ച് ധ്യാനിക്കുക. വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളണം. വെളിപ്പാടുകൾ പ്രാപിക്കുക. അന്ത വെളിപ്പെടുത്തൽ പടി നീ ജീവിക്കണം. അതിൻ പ്രകാരം ജീവിക്കുക. അതിൻപടി നീ ക്രിയ ചെയ്യണം. അതിൻ പ്രകാരം പ്രവർത്തിക്കുക. ചുമ്മാ ഏതോ വാസിച്ച് പോന്നാൽ പോതാ, വെറുതെ വായിച്ചു പോയാൽ പോരാ. അത് ധ്യാനിക്കണം, ധ്യാനിക്കുക, വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളണം, വെളിപ്പാടുകൾ പ്രാപിക്കുക, അതിൻപടി ജീവിക്കണം, പ്രകാരം ജീവിക്കുക. അപ്പോൾ ഉൻ കയ്യിൻ പ്രയാസം ആശീർവാദം, നിന്റെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടും. അതിനാൽ ഉനക്ക് മറുരൂപം വരാതെ, അതുകൊണ്ട് രൂപാന്തരം ഉണ്ടാകുന്നില്ല. മറുരൂപപ്പെട വേണ്ടും, രൂപാന്തരപ്പെടുവാൻ ഉപദേശം ഉപദേശം വേണം. ഇത് താൻ 2 തിമോത്തിയോ
3-ാം അധികാരം 16-17 വചനങ്ങളെ വാസിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങളിൽ വാസിங்க വായിക്കുക. வேதவாக்கியங்களெல்லாம் தேவ ஆவியினால் எழுதப்பட்டிருக்கிறது. தேவனுடைய மனுஷன் தேறினவனாகவும் எந்த நற்கிரியை செய்ய தகுதி உள்ளவனாகவும் இருக்கும்படியாக அவைகள் வேதவாக்கியங்கள் உபதேசத்துக்காகவும் கடிந்து கொள்ளுதலுக்காகவும் சீர்திருத்தலுக்காகவும் நீதியை நடப்பிக்கிறதுக்கும் பிரயோஜனம் உள்ளது. മലയാളത്തില് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ചുരുക്കமாக சொல்ல நேரമായി വിട്ടത് സമയം കടന്നുപോയി. ഞാൻ ചുരുക്കമായി പറയുകയാണ്. മன்னித்துകൊള്ളുங்க. ശനിക്കിഴமை താനെ നാളേക്ക് വേലയ്ക്ക് പോകാൻ വേണ്ടിയില്ലേ, ആരാധനയ്ക്ക് തന്നെ വരണം. നാളെ ഒരു 10 നിമിഷം കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിക്കുക. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പാരുங்க, ഈ സത്യത്തെ വിളങ്ങിക്കൊള്ളുക. ഈ സത്യം മനസ്സിലാക്കുക. സത്യത്തെയും അറിവീர்கள், സത്യം നിങ്ങളെ വിടുതലാക്കും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മുടെ അഭിപ്രായത്തിനാൽ ഒന്നുമേ ചെയ്യ മുടിയാ. നമ്മുടെ അഭിപ്രായം കൊണ്ടൊന്നും സാധ്യമല്ല. ഉപദേശം അതായത് നമ്മുടെ പരിശുദ്ധവാൻകൾ അന്തന്ത ഉപദേശം എഴുതി വെച്ചിരിക്കുക. വിശുദ്ധന്മാർ അതാത് ഉപദേശം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നഖ പോടാതെ, ആഭരണം ഇടരുത്, മരുന്നെടുക്കാതെ, മുടി നീട്ടരുത്, ഇപ്പിടി ചില വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളാതെ, ഇങ്ങനെയുള്ള ചില വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇതിന്റെ ഉപദേശം ഇതിന്റെ ഉപദേശം എന്താണ്? നിങ്ങൾ ലൗകികം എന്നൊരു പുസ്തകം എഴുതിയിരിക്കും. ലൗകികം എന്നൊരു പുസ്തകമുണ്ട്. വേൾഡിനെസ്. ആ പുസ്തകത്തെ വാങ്ങി പഠിയുക. ആ പുസ്തകം വാങ്ങി വായിക്കുക. അതിൽ ഉപദേശം കൊടുക്കപ്പെട്ടു, അതിൽ ഉപദേശം നൽകിയിട്ടുണ്ട്. അത് വാങ്ങിയതിക്ക് പിറകെ നീ മുടി നീട്ട്. അത് വാങ്ങിയതിന് ശേഷം മുടി നീട്ടി വളർത്തരുത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നമ്മുടെ പരിശുദ്ധവാൻകൾ, നമ്മുടെ വിശുദ്ധന്മാർ കഷ്ടപ്പെട്ട് വളരെ അധ്വാനിച്ച്, പണമില്ല ആനാലും പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ലാൻഡ് വാങ്ങുമ്പോൾ പാസ്റ്റർ എ.സി. തോമസ് അവർക്കൊരു നല്ല അംബാസിഡർ കാർ இருந்தார். കാർ വിറ്റുതാൻ ലാൻഡ് വാങ്ങി. അന്ന് ഒരു നല്ല അംബാസിഡർ കാർ ഉണ്ടായിരുന്നത് വിറ്റിട്ടാണ് ആ വസ്തു അന്ന് യേശുപ്പച്ചൻ വാങ്ങിയത്. കാറിന്റെ നമ്പർ தெரியுமா? MDU 560. MDU 560. ലൈറ്റ് സ്കൈ ബ്ലൂ മെറ്റാലിക് പെയിന്റ്. അന്ത കാലത്തിലെ അവരുടെ വണ്ടി മെറ്റാലിക് പെയിന്റ്, ലൈറ്റ് സ്കൈ ബ്ലൂ മെറ്റാലിക് പെയിന്റ് അന്നത്തെ കാലത്ത് അത് വിറ്റു. അപ്പുറം അവർ പുലമ്പിന്, അയ്യോ എന്റെ കാറ് പോച്ചേ, എന്റെ കാറും പോയല്ലോ എന്നും താൻ പറഞ്ഞു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആനാലും പരിശുദ്ധവാൻകൾ എപ്പടിയാവത് இந்த ഉപദേശത്തെ എഴുത வேண்டும். ഈ ഉപദേശം എഴുതി സ്ഥാപിക്കണം. ഒരു പ്രസ് വാങ്ങ வேண்டும், ഒരു അച്ചടി മെഷീൻ വാങ്ങണം. ബ്രദർ, നമ്മൾ കഷ്ടപ്പെടുവോം. ബ്രദർ, നമുക്ക് അല്പം വിഷമം. അവർ രണ്ടുപേരും പേശിന സത്യം എൻ കാതുകളിൽ മുഴങ്ങുന്നു. അവരുടെ ആ സംഭാഷണം എന്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഞാൻ ഇതെല്ലാം പ്രസംഗത്തിൽ ചൊല്ലുക. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? 76 ജൂൺ മാസം 20-ാം തീയതി തിരുവല്ല വിശ്വാസ വീട്ടിലെ ഈവനിങ് മാലെ 5 മണിക്ക് അവർ എൻ തലമേൽ കൈവച്ച് എന്നെ ആശീർവദിച്ച് சொன்னார், എന്നിടത്തിലിருந்து കറ്റുകൊണ്ടതെല്ലാം നീ വെളിപ്പെടുത്ത വേണ്ടുമെന്ന്. 76 ജൂൺ 20 ഞായറാഴ്ച വൈകുന്നേരം എന്റെ തലമേൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിച്ചതൊക്കെ നീ എല്ലാവരോടും പറയണം. അവർ ആശീർവദിച്ച, താൻ എന്നെ അനുഗ്രഹിച്ചു. അതിനകത്ത് അപ്പോതപ്പോ ജ്ഞാപകം വരിക, കൂടെ ഇതൊക്കെ ഓർമ്മ വരുന്നു. 5-10 നിമിഷം പോന്നാലും പറവായി, 5-10 മിനിറ്റ് പോയാലും സാരമില്ല. പഴയ ചരിത്രം കേൾക്കുന്നത് നല്ലത് തന്നെ. പഴയ ചരിത്രം കേൾക്കുന്നത് നല്ലത്. പേർക്ക് നല്ലതെന്ന് சொல்றவங்க அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ചില சொல்றாங்க, ഞങ്ങൾ യേശു തോമസെ பார்த்ததில்ல, நீங்க சொல்லி 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 இப்ப ഞങ്ങൾ பார்த்த மாதிரி ஆயிடுச்சு. യേശു അപ്പച്ചനെ കണ്ടിട്ടില്ല, പക്ഷെ അപ്പച്ചൻ പറഞ്ഞത് കേട്ട് ഞങ്ങളും കണ്ടതുപോലെ ആയി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 42 വർഷമാச்சு. 1976 ജൂൺ മാസം 21-ാം തീയതി കർത്തൃക്കുൾ നിദ്രയാനാർ. 1976 ജൂൺ 21 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത പരിശുദ്ധവാൻകൾ എഴുതിയ പുസ്തകത്തെ വാങ്ങി പഠിയുക. വിശുദ്ധന്മാർ എഴുതിയ പുസ്തകം വാങ്ങി വായിക്കുക. വേർപാട് ജീവിതം, ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, ലൗകികം, ഉലകത്തെ വെറുത്ത് നാം ലോകത്തെ വെറുത്ത് ജീവിക്കാം. അന്ത ഉപദേശത്തെ നിങ്ങൾ വിളങ്ങിക്കൊള്ളും. ഉപദേശം മനസ്സിലാക്കുമ്പോൾ നീ അതിനെപ്പറ്റി ജീവിക്കാം, അതിന് പ്രകാരം ജീവിക്കാം. അന്ത ഉപദേശം, ആ ഉപദേശം രൂപാന്തരപ്പെടുത്തും. അത് എപ്പടി മറുരൂപപ്പെടുത്തും? അതെങ്ങനെ രൂപാന്തരപ്പെടുത്തും? കാനാവൂരിലെ തണ്ണീര് ദ്രാക്ഷരസമാക മാറ്റിന. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി.
அங்கே எழுதியிருக்க இதுவே முதலாம் அற்புதம். ഇതാ ഒന്നാമത്തെ അത്ഭുതം എന്ന് അവിടെ அங்கே എഴുതിയിട്ടുണ്ട്. எந்த சப்பானியையும் குணமாக்கவில்லை, അവിടെ മടന്തനെ നടക്കുമാറാക്കിയില്ല, குருடனை குணமாக்கவில்லை, കുരുടന് കാഴ്ച നൽകിയില്ല, வேற எந்த விதமான அற்புதங்கள் മറ്റു செய்யவில்லை. അത്ഭുതങ്ങളൊന്നും എല്ലാം അവിടെ ചെയ്തത്. வெறும் தண்ணீரை திராட்சரசமாக மாற்றி വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. அங்க நடந்த அற்புதம் என்ன? അവിടെ നടന്ന അത്ഭുതം എന്താണ്? அது எப்படி திராட்சரசமாய் மாறிவிட்டது? പച്ചവെള്ളം വീഞ്ഞായത് എങ്ങനെ? அது சாதாரண ஒரு தண்ணீர் தான். സാധാരണ വെള്ളം, நான் நினைக்கிறேன் குளத்தில தண்ணீர் ஆயிருக்கணும். കുളത്തിലെ വെള്ളമായിരിക്കാം. கல்சாடியில் தண்ணீரை நிரப்ப சொன்னாங்க. കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. சாதாரண கல்சாடியில் தண்ணி நிரப்பதெல்லாம் குளத்திலே தண்ணீர்கள் தான். കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുന്നത് കുളത്തിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന பாக்டீரியா அழுக்கு இருக்கும். എത്രയോ ബാക്ടീരിയയും അഴുക്കും കാണും. காலு கழுகிறதுக்கு தானே, കാല് കഴുകാനല്ലേ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கிச்சனுக்கு தண்ணி வைக்க சொன்னா கிணற்றில நல்ல தண்ணி தான் எடுப்பாங்க. അടുക്കളയിലാണെങ്കിൽ അവർ ചെന്ന് കിണറ്റിൽ നിന്ന് നല്ല വെള്ളം കോരിക്കൊണ്ടുവരും. ஆகி தண்ணீர் வந்து എന്നാൽ ഈ വെള്ളം കൊണ്ടുവന്നു. இப்ப என்ன நடந்தது? എന്ത് സംഭവിച്ചു? இயேசு அதன் மேல ஒന്നും கை வச்சு ஒன்னும் ஜெபம் பண்ணல. യേശു അതിൽ കൈവച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. சிருஷ்டிகர்த்தர் சிருஷ்டியை பார்த்தபோது സൃഷ്ടിയുടെ രൂപം മാറിവിട്ടത്. സൃഷ്ടാവിന്റെ നോട്ടം സൃഷ്ടിയിൽ പതിഞ്ഞപ്പോൾ അതിന്റെ രൂപം മാറി. பாருங்க, சிருஷ்டிகர்த்தராக இயேசு கிறிஸ்து സൃഷ്ടിയെ பார்த்தபோது സൃഷ്ടിയുടെ രൂപം മാറിവിട്ടു. സൃഷ്ടാവായ യേശു ആ സൃഷ്ടിയിൽ തന്റെ നോട്ടം പതിച്ചപ്പോൾ അതിന്റെ രൂപത്തിനും അവസ്ഥയ്ക്കും മാറ്റം വന്നു. ഈ ദേവനുടെ വാർത്ത അതുதான் യേശു ക്രിസ്തു. ഈ ദൈവത്തിന്റെ വചനമാണ് യേശു. யோவான் 1 வசனத்தில் യോഹന്നാൻ 1:1 ஆதியில் வார்த்தை இருந்தது, வார்த்தை தேவனோடு இருந்தார், வார்த்தை தேவனாயிருந்தார். ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. வெளிப்படுத்துதல் 19 வசனத்தின்படி വെളിപ്പാട് 19:13 அவருடைய നാമം, அவருடைய പേര്, അവരുടെ വാർത്തയെ, അവന് ദൈവവചനമെന്ന് പേർ. അവരുടെ നാമം ദേവനുടെ വാർത്ത, അവന് ദൈവവചനമെന്ന് പേർ. യേശു ക്രിസ്തു தான் வார்த்தை, യേശുവാണി വചനം. ഉപദേശം தான் അവരുടെ വാർത്ത. ഉപദേശവാണി அந்த വചനം. ഉപദേശത്തെ നാം കീഴ്പടിയുമ്പോൾ, ഈ ഉപദേശത്തെ അനുസരിക്കുമ്പോൾ, அந்த சிருஷ்டிகர்த்தராகிய உபதேசம் நமக்குள் வரும்போது, സൃഷ്ടാവിന്റെ ഉപദേശം നമ്മിൽ വരുമ്പോൾ, സൃഷ്ടിയാകിയ തണ്ണീരാകിയ നാം മറുരൂപമാക്കപ്പെടും. സൃഷ്ടിയാകുന്ന പച്ചവെള്ളമായി നമുക്ക് രൂപാന്തരം വരും. நீங்கள் கீழ்ப்படிந்து பாருங்கள், നിങ്ങൾ അനുസരിച്ച് നോക്കുക, ഉപദേശത്തെ കീഴ്ப்படிந்து பாருங்கள், ഉപദേശത്തെ അനുസരിക്കുക. அப்போது நீங்கள் மறுரூபமாக்கப்படும். അപ്പോൾ രൂപാന്തരപ്പെടാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. விதமாக எல்லா வசனக்கும் நாம் கீழ்ப்படிந்து ഇങ്ങനെ വചനങ്ങളെ അനുസരിച്ച് மறுரூபமாக்கப்படும். രൂപാന്തരപ്പെടാം. இப்படி மறுரூபமாக்கப்பட்டவர்கள் ഇങ്ങനെ தான் எடுத்துக்கொள்ளப்படுவார். രൂപാന്തരപ്പെട്ടവരെടുക്കപ്പെടും. அவர்கள் தான் ஏ குரூப். അവരാണ് എ ഗ്രൂപ്പ്. நாம் எல்லாரும் ஏ குரூப். നാം എല്ലാവരും എ ഗ്രൂപ്പ്. தேவனுக்கு நேரம் இராதபடி நான் இப்ப வார்த்தைகளை முடிக்கிறேன். സമയമില്ലാത്തതുകൊണ്ട് വാക്കുകളെ ചുരുക്കട്ടെ. நாம் எல்லாரும் எழும்பி ഒന്ന് நிற்போம். എഴുന്നേറ്റ് നിൽക്കാം. ஆனபடியினால் ആകയാൽ நாம் கிறிஸ்துவுக்குள் வருவோமா, ക്രിസ്തു യേശുവിൽ വരാം, கிறிஸ்துவில் வளருவோமா, ക്രിസ്തുവിൽ വളരാം, அப்போஸ்தலிக ஐக்கியத்தில் ஐக்கியப்பட்டு വളരുவோமா, അപ്പോസ്തലിക കൂട്ടായ്മയിൽ ഐക്യപ്പെട്ട് ജീവിക്കാം, அப்போஸ்தலிக ഉപദേശത്തിൽ വളരുவோமா, അപ്പോസ്തലിക ഉപദേശത്തിൽ വളരാം, வேறுபாடு ஜீவியத்தில் வளருவோமா, വേർപാട് ജീവിതത്തിൽ വളരാം, முற்றிலும் பரிசுத்தமாக்கப்படுகிற விஷயத்தில் வளருவோமா, സമ്പൂർണ്ണ വിശദീകരണത്തിൽ വളരാം, உபதேசத்தை காலால மிதித்து போடாது. ഉപദേശത്തെ കാലുകൊണ്ട് ചവിട്ടിക്കളയരുത്. அந்த சி குரூப் என்ன செய்தாங்க? ആ സി ഗ്രൂപ്പ് എന്ത് நீ ചെയ്യും? என்னோட வார்த்தையை எடுத்துரைக்கவும் உன்னோட வாயால உடன்படிக்கை செய்யவும் உனக்கு என்ன நியாயம் உண்டு? എന്റെ വചനങ്ങളെ നിന്റെ വായിലെടുക്കുവാൻ നിനക്ക് എന്ത് കാര്യം? நீ என்னுடைய வார்த்தைகளை பின்னாக எறிந்து போடுகிறாய். നിന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിയുന്നു. நீ சிக்ஷையை பகைக்கிறாய். ശാസനയെ വെറുത്തു. அப்படிப்பட்ட குரூப்பாக நாம் மாறாத അങ്ങനെയുള്ള കൂട്ടമായി തീരേണ്ട. ஆண்டவரே உமது எல்லா வசனங்களுக்கும் நாங்கள் கீழ்ப்படிந்து நான் ஜீவிப்பேன். സകല വചനങ്ങളെ അനുസരിച്ച് ഞാൻ எல்லாரும் ജീവിച്ചുകൊള്ളാം. ஒப்பு கொடுங்க. എല്ലാവരും സമർപ്പിക്കുക. அப்படி ஒப்பு கொடுக்கும் போது അങ്ങനെ സമർപ്പിക്കുമ്പോൾ ஒரு வல்லமையின் அபிஷேகம் உங்கள் மேல் இறங்கிவிடும். ശക്തിയുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വരും. ബലത്തിനാലുമല്ല, പരാക്രമത്തിനാലുമല്ല, ധൈര്യത്താലുമല്ല, தேவனுடைய ശക്തിയാലുമല്ല, ஆவியினால் ஆகும். ദൈവത്തിന്റെ ആത്മാവിനാൽ அந்த ஆவியை பெற்றவர் எல்லாரும் பரிசுத்தாவில் நிரம்பி தேவனை துதிப்போம். അഭിഷേകം പ്രാപിച്ചവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു இன்று முதல் உபதேசத்துக்கு நான் கீழ்ப்படிந்து ஜீவிப்பேன். മുതൽ ഞാൻ ഉപദേശത്തെ അനുസരിച്ച് ജീവിക്കാം. இந்த உபதேசத்துக்கு விரோதமாக பேச மாட்டேன். ഉപദേശത്തിനെതിരായി സംസാരിക്കുകയില്ല. இந்த உபதேசத்துக்கு நான் கீழ்ப்படிவேன். ഉപദേശത്തെ ഞാൻ അനുസരിക്കാം. யார் ஒப்பு கொடுக்கிறீர்களோ அவர் மேல் தேவனுடைய அபிஷேகம் இறங்க போகிறது. സമർപ്പിക്കുന്നവരുടെ മേൽ അഭിഷേകം